ഈ തിയറം വെച്ചാണ് നിർത്തിയായിരുന്നത്. ഈ തിയറത്തിൽ n സബ്സെറ്റ് ഓഫ് എം സബ്സെറ്റ് ഓഫ് എൽ 3 മൊഡ്യൂൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് തിയറാണ് പ്രൂവ് ഈ രണ്ട് ഈക്വാലിറ്റീസ് അല്ലെങ്കിൽ ആ ഐസോമോർഫിസംസ് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഹോമോമോർഫിസം ഓഫ് മൊഡ്യൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു അതെങ്ങനെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനായിട്ട് എൽ ഓവർ എന്നിന്ന് എൽ ഓവർ എമ്മിക്ക് ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ കേർണൽ എം ഓവർ എം ആവുന്ന രീതിയിൽ ചൂസ് ചെയ്യണം. നമ്മൾ അതുപോലെ ആ ഒരു ഫംഗ്ഷനിലേക്കാണ് ആദ്യം പോണത്. ഫംഗ്ഷനിലേക്ക് ആദ്യം പോവാം. തീറ്റ എന്ന് പറയുന്നത് എൽ ഓവർ എന്നിന്ന് എൽ ഓവർ എമ്മിക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ എക്സ് പ്ലസ് എം. അപ്പൊ ക്ലിയർലി എക്സ് പ്ലസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓവർ എന്നിലെ ഒരു എലമെന്റും ആണ്. ഇവിടെ എക്സ് ബിലോങ്സ് ടു എൽ. ഈ എക്സ് പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എൽ ഓവർ എന്നിലും എക്സ് പ്ലസ് എം എന്ന് പറയുന്നത് എൽ ഓവർ എമ്മിലെ എലമെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഇത് എൽ ഓവർ എന്ന് എൽ ഓവർ എമ്മിക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം, ഇതൊരു ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണം. ഇനി അതിന്റെ കേർണൽ ഏതാന്ന് കാണിക്കണം. അതായത് കേർണൽ തീറ്റ എന്താന്ന് കാണിക്കും, എം ഓവർ എൻ ആണെന്നും കൂടി കാണിക്കും. അങ്ങനെ അത്രയും വരെ കാണിച്ചാലാണ് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഹോമോമോർഫിസം ഫോർ മൊഡ്യൂൾസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ആദ്യം തീറ്റ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കും. വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ തീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ ഓഫ് വൈ ആയിരിക്കണം. അത് വെൽ ഡിഫൈൻഡ് ആണ്. നമ്മൾ ഇത് കുറെ സ്ഥലത്ത് പ്രൂവ് ചെയ്യും, അതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയില്ല, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ എക്സ് പ്ലസ് എൻ ഈക്വൽ ടു വൈ പ്ലസ് എൻ എന്ന് ചൂസ് ചെയ്തു. എക്സ് പ്ലസ് എൻ അതായത് എ എച്ച് ഈക്വൽ ടു ബി എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. ഇവിടെ എക്സ് പ്ലസ് എൻ ഈക്വൽ ടു വൈ പ്ലസ് എൻ അതെങ്ങനെ പ്രൂവ് ചെയ്യാം. എക്സ് വൈ ഇൻവേഴ്സ് അതാണ് മൈനസ് വൈ ബിലോങ്സ് ടു ഏതായിരിക്കണം, എൻ ആയിരിക്കണം. അതാണ് അവിടെ എഴുതി വെച്ചത്. അപ്പൊ എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു എൻ ആണ്. ഇനി നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എന്തുണ്ട്, എൻ എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റാ, എമ്മിന്റെ സബ്സെറ്റാ. അതുകൊണ്ട് എന്നിൽ ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവും, എമ്മിൽ ഉണ്ടാവും. അതുകൊണ്ട് എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു എം. അപ്പൊ എച്ച് ഈക്വൽ ടു ബി എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ചിന്റെ നേരെ റിവേഴ്സ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുക, എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ എക്സ് വൈ ഇൻവേഴ്സ് ബിലോങ്സ് ടു എം ആയതുകൊണ്ട് എക്സ് എം ഈക്വൽ ടു വൈ എം ആയിരിക്കും. ഇവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പറയണമെങ്കിലും ഇവിടെ പ്ലസ് അഡീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ പറഞ്ഞതാ. ഇവിടെ അഡീഷൻ ചെയ്തായിട്ട് നമ്മൾ ഇൻവേഴ്സിന് മൈനസ് വൈ എന്നാണ് എഴുതാം. അപ്പൊ എക്സ് പ്ലസ് എം ഈക്വൽ ടു വൈ പ്ലസ് എം എന്ന് കിട്ടും. എക്സ് പ്ലസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ ആണ്. തീറ്റ ഓഫ് എക്സ് പ്ലസ് എന്നിനെയാണ് നമ്മൾ എക്സ് പ്ലസ് എം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തിരുന്നത്. അപ്പൊ തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് വൈ പ്ലസ് എൻ എന്ന് കിട്ടും. അതിനർത്ഥം എക്സ് പ്ലസ് എൻ ഈക്വൽ ടു വൈ പ്ലസ് എൻ എന്ന് പറഞ്ഞെടുത്തപ്പോ തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് വൈ പ്ലസ് എൻ എന്ന് കിട്ടി. അതുകൊണ്ട് തീറ്റ ഈസ് വെൽ ഡിഫൈൻഡ് ആയി. ഓക്കെ, അതിന് തീറ്റ ഈസ് ഹോമോമോർഫിസം എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണ്ടേ, എന്ത് ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണ്ടേ, മൊഡ്യൂൾ ഹോമോമോർഫിസം അല്ലേ. അതിന്റെ രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്നത്. അത് തീറ്റ ഓഫ് ഇവിടുത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എൻ പ്ലസ് വൈ പ്ലസ് എൻ. അതെന്താന്ന് കാണിക്കണം, തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ പ്ലസ് തീറ്റ ഓഫ് വൈ പ്ലസ് എൻ എന്ന് കാണിക്കണം. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ലീനിയർ ആയിട്ട് എഴുതാൻ പറ്റണം, അഡിറ്റീവ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം. അപ്പൊ തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ പ്ലസ് വൈ പ്ലസ് എൻ, എക്സ് പ്ലസ് എൻ പ്ലസ് വൈ പ്ലസ് എന്നിനെ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ പ്ലസ് എൻ എന്ന് എഴുതാം. ഇനി എക്സ് പ്ലസ് വൈ പ്ലസ് എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ പ്ലസ് എം തീറ്റ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് എന്നിനെ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ പ്ലസ് എം എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ തീറ്റ ഡിഫൈൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഇത്ര വരെ കിട്ടി. എന്നിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് എമ്മിനെ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് എം പ്ലസ് വൈ പ്ലസ് എം എന്ന് എഴുതാം. എക്സ് പ്ലസ് എം എന്ന് പറയുന്നത് എന്താ, തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ. വൈ പ്ലസ് എം എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ ഓഫ് വൈ പ്ലസ് എൻ. അപ്പൊ നമുക്ക് തീറ്റ ഈച്ച ഹോമോമോർഫിസത്തിന്റെ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ആ സ്കെയിലാർ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കണം. അതായത് സ്കെയിലാർ എ വെച്ചിട്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പുറത്തേക്ക് എഴുതിയിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. അപ്പൊ തീറ്റ ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ ഓഫ് എ എക്സ് പ്ലസ് എൻ.
എക്സ് പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ തീറ്റ അതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും എക്സ് പ്ലസ് എമ്മിലേക്ക് മാപ്പ് ചെയ്യും. അതിന് നമുക്ക് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് എങ്ങനെ എഴുതാം? കാരണം ഇതിന്റെ കോഷ്യൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് എനെ പുറത്തേക്ക് എടുത്ത് എഴുതാം. അതുകൊണ്ട് അതിനെ എങ്ങനെ എഴുതാം? എ ഇൻറ്റു എക്സ് പ്ലസ് എം എന്ന് പറഞ്ഞ് എഴുതാം. എക്സ് പ്ലസ് എം എന്ന് പറയുന്നത് എന്ത്? തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ. അപ്പൊ എ ഇൻറ്റു തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് കിട്ടി. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി? ഒരു ഹോമോമോർഫിസം ആണെന്ന് കിട്ടി. ഹോമോമോർഫിസം ആണെന്ന് കിട്ടി. ഇനി തീറ്റ ഓൺ ടു ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം. കാരണം ഓൺ ടു ആണെന്ന് എടുത്താലാണ് നമുക്ക് ആ അപ്പൊ നമുക്ക് ശരിക്കും എങ്ങനെയുള്ള എഫ് ഫ്രം എം ടു എൻ ഒരു മൊഡ്യൂൾ ഹോമോമോർഫിസം ആണെങ്കിൽ എം ഓവർ കേണൽ എഫ് ഐസോമോർഫിക് ടു എഫ് ഓഫ് എം ആണെന്നുള്ളൂ. ഈ എഫ് ഓഫ് എമ്മിനെ നമുക്ക് എൻ എഴുതണം എന്നുണ്ടെങ്കിൽ ആ എഫ് എന്തായിരിക്കണം? ഓൺ ടു ആയിരിക്കണം. അതുകൊണ്ടാണ് അവിടെ ഓൺ ടു എന്നുള്ള പ്രൂവ് ചെയ്യണത് നമ്മ. അപ്പൊ നമുക്ക് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത് എൽ ഓവർ എന്നിന്ന് എൽ ഓവർ എമ്മിലേക്കുള്ള ഒരു ഹോമോമോർഫിസം അല്ലേ? അപ്പൊ നമുക്ക് എൽ ഓവർ എമ്മിൽ ഒരു എലമെന്റ് അത് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീമേജ് എൽ ഓവർ എന്നിൽ ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ എൽ ഓവർ എമ്മിൽ ഒരു എലമെന്റ് എക്സ് പ്ലസ് എം എടുത്തു. ഇനി എക്സ് പ്ലസ് എമ്മിന്റെ പ്രീ ഇമേജ് നമ്മൾ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ എക്സ് പ്ലസ് എം ബിലോങ്സ് എൽ ഓവർ എം എടുത്തു. എക്സ് പ്ലസ് എൻ എം എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു. ഇനി ഇതിന്റെ പ്രീ ഇമേജ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണേ? എക്സ് പ്ലസ് എൻ എന്ത് ചൂസ് ചെയ്തു? ഇതിന്റെ പ്രീ ഇമേജ് ആയിട്ട് ചൂസ് ചെയ്തു. തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ എടുത്ത് എന്താ കിട്ടുക? എക്സ് പ്ലസ് എം ആണ്. അതുകൊണ്ട് എൽ ഓവർ എമ്മിൽ ഏത് എലമെന്റ് എടുത്താലും നമുക്ക് അതിനൊരു പ്രീ ഇമേജ് എവിടെ ഉണ്ടാക്കാൻ പറ്റും? എൽ ഓവർ എന്നിൽ ജസ്റ്റ് എന്ത് മാറ്റിയാൽ മതി? ആ നമ്മ കോഷ്യന്റ് ആയിട്ട് എഴുതില്ലേ, അതായത് എക്സ് പ്ലസ് എമ്മിന് വരെ എന്താക്കും? എൻ ആക്കും. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് പ്രീ ഇമേജ് കിട്ടും. അതുകൊണ്ട് ഏത് എലമെന്റ് എൽ ഓവർ എമ്മിൽ എടുത്താലും അതിന് എൽ ഓവർ എന്നിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് തീറ്റ ഒരു ഹോമോമോർഫിസം ആണെന്ന് കിട്ടി, അതൊരു ഓൺ ടു ഹോമോമോർഫിസം ആണെന്ന് കിട്ടി. ഇനി കേണൽ തീറ്റ എന്താന്ന് പ്രൂവ് ചെയ്യും? എം ഓവർ എൻ ആന്ന് കാണിക്കും. അതായത് കേണൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എൽ ആണോ തീറ്റ സീറോക്ക് മാപ്പ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുക? കേണൽ എലമെന്റ്സ്. അപ്പൊ എക്സ് പ്ലസ് എന്നുകൾ സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് എൻ. എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ എലമെന്റ്സ് സെറ്റ് ആയിട്ട് തീറ്റ ഓഫ് എക്സ് പ്ലസ് എൻ ഈക്വൽ ടു സീറോ പ്ലസ് എം, അല്ലെങ്കിൽ എം എന്ന് തന്നെ എഴുതാലോ. അതിനെ സീറോ പ്ലസ് എം എന്ന് എഴുതിയാൽ കുഴപ്പമില്ല, എം എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് എൻ സച്ച് ദാറ്റ് എക്സ് പ്ലസ് എം ഈക്വൽ ടു സീറോ പ്ലസ് എം. എന്താ എക്സ് പ്ലസ് എം എന്ന് എഴുതിയ? തീറ്റ ഓഫ് എക്സ് പ്ലസ് എന്നിനെ എക്സ് പ്ലസ് എം എന്ന് എഴുതി. ഇനി എക്സ് പ്ലസ് എം ഈക്വൽ ടു എം, സീറോ പ്ലസ് എമ്മിന് എം എന്ന്. അപ്പൊ എച്ച് ഈക്വൽ ടു എച്ച് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച്, അതായത് എക്സ് ബിലോങ്സ് ടു എം ആവണം. അതുകൊണ്ട് എഴുതി വെച്ചാണ് എക്സ് പ്ലസ് എൻ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എം. അതിന്റെ അർത്ഥം എന്താ? അതായത് എക്സ് പ്ലസ് എൻ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എം. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഏത് എലമെന്റ്സാ? അതായത് എക്സ് പ്ലസ് എൻ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എം. ഇത് എന്ന് പറഞ്ഞാൽ ഏതിൽ എലമെന്റ്സാ? എം ഓവർ എന്നിലെ എലമെന്റ്സ് അല്ലേ? എം ഓവർ എന്നിലെ എലമെന്റ്സ് അല്ലേ ഈ എക്സ് പ്ലസ് എം. എക്സ് പ്ലസ് എൻ സച്ച് ദാറ്റ് ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കണം? ഈ മോളിൽ കിടക്കണ എം നിന്നായിരിക്കണം. അപ്പൊ ഈ മോഡലിലുള്ള സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ് അപ്പ് എന്തായി? എം ഓവർ എൻ മൊത്തമായി. അതുകൊണ്ട് ഇതിന്റെ കേണൽ എന്തായി? എം ഓവർ എൻ ആയി. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ തിയറം യൂസ് ചെയ്തിട്ട് എന്ത് കിട്ടും? എൽ ഓവർ എൻ ഓവർ കേണൽ തീറ്റ ഐസോമോർഫിക് ടു ഇമേജ് തീറ്റ എന്ന് കിട്ടും. ഇമേജ് തീറ്റ ഓൺ തീറ്റ ഓൺ ചെയ്തതിന്റെ അത് ഫുൾ സെറ്റ് നമ്മുടെ കോഡമയും ഫുള്ള് വരും. അതുപോലെ കേണൽ തീറ്റ എന്ന് പറയുന്നത് എം ഓവർ എൻ. അപ്പൊ എൽ ഓവർ എൻ ഓവർ എം ഓവർ എൻ ഐസോമോർഫിക് ടു എൽ ഓവർ എം എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഇതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എം ടു ഓവർ എം വൺ ഇന്റർസെക്ഷൻ എം ടു ഐസോമോർഫിക് ടു എം വൺ പ്ലസ് എം ടു ഓവർ എം വൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മ രണ്ട് മാപ്പ് ഡിഫൈൻ ചെയ്യണം, എന്നാലും നമുക്ക് ഈ അത്തരത്തിലുള്ള ഒരു ഹോമോമോർഫിസം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺ ടു ഹോമോമോർഫിസം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാദ്യം തന്നെ ഒരു ഇൻക്ലൂഷൻ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഇപ്പൊ ആറിന്ന് R2ലേക്ക് ഒരു ഫംഗ്ഷൻ ആണ് എഫ്, അതിന് ഇൻക്ലൂഷൻ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജസ്റ്റ് എക്സ് സീറോ എന്നൊക്കെ ചൂസ് ചെയ്തിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ? ഇൻക്ലൂഷൻ മാപ്പ് എന്ന് പറയാ. അതായത് ഈ എക്സ് നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ട് അപ്പുറത്തുള്ള എനിക്ക് സീറോ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വാല്യൂ കൊടുക്കുക. അതിനാണ് നമ്മൾ ഇൻക്ലൂഷൻ മാപ്പ് എന്ന് പറയാ. അപ്പൊ ഒരു ഇൻക്ലൂഷൻ മാപ്പ് എങ്ങനെയാ എവിടെ നിന്ന് എങ്ങോട്ട് ചൂസ് ചെയ്യണേ? M2 എം വൺ പ്ലസ് എം ടുലേക്ക് എങ്ങനെ യൂസ് ചെയ്യണേ?
M2 ചൂസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ആളായിരിക്കും എക്സ് വരിക. ഫസ്റ്റ് കിടക്കുന്നത് M1 ഒന്നുമില്ലല്ലോ, അതിന് 0 എന്ന് കൊടുക്കും. അപ്പൊ M2 ഒരു എക്സിനെ നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യും? M1 ഒന്നുമില്ലാത്തവരുടെ 0 പ്ലസ് M2 എക്സ് എടുത്തോണ്ട് എക്സ് എന്ന് യൂസ് ചെയ്യും. അതിന്റെ എക്സിനെ അങ്ങോട്ട് മാപ്പ് ചെയ്യും, 0 പ്ലസ് എക്സ് എന്ന് മാപ്പ് ചെയ്യും. അതാണ് എഫ് ഓഫ് എക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രൊജക്ഷൻ മാപ്പ് എടുക്കുന്നത് ജി ഫ്രം M1 പ്ലസ് M2 M1 പ്ലസ് M2 ഓവർ M1 നമ്മൾ സാധാരണ എ ഓവർ എയിലേക്ക് എങ്ങനെ മാപ്പ് ചെയ്യുക? എക്സിനെ എക്സ് പ്ലസ് എയിലേക്ക് മാപ്പ് ചെയ്യും. അതിനാണ് നമ്മ സ്ഥിരം പറയാനുള്ള എന്ത് മാപ്പ്? പ്രൊജക്ഷൻ മാപ്പ് എന്ന്. അപ്പൊ പ്രൊജക്ഷൻ എങ്ങനെയാന്ന് നമുക്കറിയാം. M1 പ്ലസ് M2 ഒരു എലമെന്റിനെ എങ്ങനെയാ മാപ്പ് ചെയ്യുക? പ്ലസ് M1 അതായത് M1 പ്ലസ് M2 ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ x1 belongs to M1 x2 belongs to M2 പ്ലസ് എന്തായിരിക്കും? M1. ഇതാണ് ആ മാപ്പിംഗ് വരാം. ഇനി അപ്പൊ രണ്ട് പ്രൊജക്ഷൻ മാപ്പും ഡിഫൈൻ ചെയ്തു, ഒരു ഇൻക്ലൂഷൻ മാപ്പും ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ അതിന്റെ കോമ്പോസിഷൻ എടുക്കാണ്. അതായത് എഫ് M2 M1 പ്ലസ് M2 ജി M1 പ്ലസ് M2 M1 പ്ലസ് M2 ഓവർ M1 അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്നായിരിക്കും? എഫിന്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക്, അതായത് M2 M1 പ്ലസ് M2 ഓവർ M1 നമുക്ക് ഈ ഒരു ഇതല്ലായിരുന്നു വേണ്ടത്. അതായത് ഇങ്ങനെ ഒരു ഹോമോമോർഫിസം നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തു? ഇത് നമ്മൾ H ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. ഇനി ഇതൊക്കെ എന്താന്ന് കാണിക്കണം? ഇത് ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണം, ഇത് ഓൺ ടു ആണെന്ന് കാണിക്കണം, എന്നിട്ട് അതിന്റെ കേണല് M1 ഇന്റർസെക്ഷൻ M2 ആണെന്ന് കാണിക്കണം. ഓക്കെ. അതിനാദ്യം തന്നെ H is a surjection since F and G are homomorphisms and G is a surjection. അതായത് G on to, അതായത് ജിയും എഫും ജി കോമ എഫ് ഹോമോമോർഫിസം ആണ്. ജി ഓൺ ടു ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്തായിരിക്കും? ഓൺ ടു ആയിക്കോളും. അതുകൊണ്ട് H എന്ന് പറയുന്നത് ഓൺ ടു ആണ്. ഓൺ ടുവിനാണ് നമ്മൾ സർജക്ഷൻ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അതിന്റെ H ഓഫ് എക്സ് ഇല്ല ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സിനെ 0 പ്ലസ് എക്സ് എഫ് ഓഫ് എക്സ് നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്താണ്. അപ്പൊ ജി ഓഫ് 0 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 പ്ലസ് എക്സ് പ്ലസ് M1. കാരണം ജി എങ്ങനെ മാപ്പ് ചെയ്യുക? എന്തിനും പ്ലസ് M1 മാപ്പ് ചെയ്യുക. അതായത് 0 പ്ലസ് എക്സ് പ്ലസ് M1. അതായത് എക്സ് പ്ലസ് M1 ഇത് മാപ്പ് ചെയ്യുക, H ഓഫ് എക്സ് എക്സിനെ മാപ്പ് ചെയ്യുക. അപ്പൊ H ഓഫ് എക്സ് H എന്ന് പറയുന്നത് എക്സിനെ എക്സ് പ്ലസ് M1 മാപ്പ് ചെയ്യും. അപ്പൊ H എന്ന് പറയുന്നത് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് ഹോമോമോർഫിസത്തിന്റെ കോമ്പോസിഷൻ അത് പിന്നെയും ഫംഗ്ഷൻ ആണെന്നൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോമോമോർഫിസം ആയിരിക്കും. അതുകൂടാണ്ട് ഓൺ ടു ആയത് എങ്ങനെയാ? ജി എന്ന് പറയുന്നത് ഓൺ ടു ആയതായിരുന്നു ജി കോമ്പോസിഷൻ ഓഫ് ഓൺ ടു. ഇനി കേണൽ H, അതായത് H എന്ന് പറയുന്നത് എക്സിനെ എക്സ് പ്ലസ് M1 മാപ്പ് ചെയ്യണേ. ഓക്കെ. ഇനി കേണൽ H എന്താണെന്ന് നോക്കാം. കേണൽ H എന്താ? എക്സ് ബിലോങ്സ് ടു എച്ചിന്റെ ഡൊമൈൻ ഏതാ? M2. എക്സ് ബിലോങ്സ് ടു M2 such that H of x equal to 0, അല്ലെങ്കിൽ 0, ഇവിടുത്തെ 0 എന്ന് പറയുന്നത് 0 പ്ലസ് M1, അല്ലെങ്കിൽ വെറുതെ M1 എന്ന് ഇതിലും കുഴപ്പമില്ല. അപ്പൊ എക്സ് ബിലോങ്സ് ടു M2 H of x എക്സിനെ എക്സ് പ്ലസ് M1 ഈക്വൽ ടു M1, എക്സ് പ്ലസ് M1 ഈക്വൽ ടു M1. അതിന്റെ അർത്ഥം എന്താ? H equal to H if and only if A belongs to H. അതുകൊണ്ട് എക്സ് പ്ലസ് M1 ഈക്വൽ ടു M1 if and only if x belongs to M1. അപ്പൊ x belongs to M2 such that x belongs to M1. അതായത് എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? M1 ഉണ്ടാവണം, M2 ഉണ്ടാവണം. അതിന്റെ അർത്ഥം എന്താ? എക്സ് എവിടെ ഉണ്ടാവണം? M1 ഇന്റർസെക്ഷൻ M2 ഉണ്ടാവണം. അതാണ് M1 ഇന്റർസെക്ഷൻ M2 എന്ന് പറഞ്ഞ എടുത്ത് എഴുതിയത്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ട് M2 ഓവർ, അതായത് H ഫ്രം M2 ടു M1 പ്ലസ് M2 ഓവർ M1 ആണ്. അങ്ങനെയാണെങ്കിൽ H ഓവർ M2 ഓവർ കേണൽ H എന്താന്ന് കിട്ടി? M1 ഇന്റർസെക്ഷൻ M2 ഈക്വൽ ടു H ഓഫ് M2. H ഓൺ ടു ചെയ്തത് അത് എന്ത് തന്നെ ആയിക്കോളും? ഇതിന്റെ ഫുള്ള് കോഡമീൻ തന്നെ വരും. എന്താ? M1 പ്ലസ് M2 ഓവർ M1. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടും എന്താന്ന് ഐസോമോർഫിക് ആണെന്ന് കിട്ടി. അടുത്ത ഐഡിയൽ കോഷ്യന്റ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇവിടെ
ഐഡിയൽ ക്വസ്റ്റ്യന്റ് നമ്മ ഐഡിയലിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സബ്സെറ്റിനും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം രീതിക്ക് തന്നെയാണ് ഇവിടെ ഒരു സബ് മൊഡ്യൂളിനും എഴുതി എന്നിട്ട് ചൂസ് ചെയ്തത്. അതായത് ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് പി സബ്സെറ്റ് ഓഫ് എൻ. സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ ഐഡിയലിലും സബ്സെറ്റിലേക്കും അത് ഐഡിയലാണ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ എടുത്താലും അതൊരു ഐഡിയൽ ആയിരിക്കും. അതായത് ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പി എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ആയിരിക്കും, ഒരു ഐഡിയൽ തന്നെ ആയിരിക്കും. ഐഡിയലാന്ന് കാണിക്കുന്നത് നമ്മൾ എങ്ങനെയാ സാധാരണ, രണ്ട് എലമെന്റ് എടുത്തു, അല്ല ഫസ്റ്റ് തന്നെ അതൊരു അഡിറ്റീവ് സബ് ഗ്രൂപ്പാന്ന് കാണിക്കും. പിന്നെ റിംഗിലൊരു എലമെന്റും നമ്മുടെ ഐഡിയലിന്റെ ഒരു എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവണം, ഐഡിയൽ തന്നെ ഉണ്ടാവണം. അതിനകത്ത് തന്നെ രണ്ട് എലമെന്റ് എയും ബിയും എടുത്തു. എയും ബി എടുത്ത്, അപ്പൊ എ ബിലോങ്സ് ടു എൻ, ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പി എന്ന് പറഞ്ഞാൽ എന്താ, എ പി സബ്സെറ്റ് ഓഫ് എൻ. അതുപോലെ ബി ബിലോങ്സ് ടു എൻ പി എന്ന് പറഞ്ഞാൽ ബി പി സബ്സെറ്റ് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ആഡ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവണം, എന്നിൽ ഉണ്ടാവണം. അതായത് എ പി പ്ലസ് ബി പി അവിടെ ഉണ്ടാവും, എന്നിൽ ഉണ്ടാവും. അതായത് പി കോമൺ ആയി തരണ്ട് എ പ്ലസ് ബി പി സബ്സെറ്റ് ഓഫ് എൻ ആയിരിക്കും. അവിടെ പി എന്ന് പറയുന്നത് വലിയൊരു സെറ്റ് ആണ്, എം ബി എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ് ആണ്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു പി സബ്സെറ്റ് ഓഫ് എൻ ആയതുകൊണ്ട് എ പ്ലസ് ബി അവിടെ ഉണ്ടാവും, ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പിയിൽ ഉണ്ടാവും. അപ്പൊ ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പി ഈസ് ആൻ അഡിറ്റീവ് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കിട്ടി, കാരണം എ ബി ഉണ്ടെങ്കിൽ എ പ്ലസ് ബി ഉണ്ടെന്ന് കിട്ടിയില്ല. ഇനി ആൽഫ എന്ന് പറയുന്നത് റിംഗിലൊരു എലമെന്റും എ എന്ന് പറയുന്നത് ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പിയിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പിയിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ ആദ്യം ആൽഫ ബിലോങ്സ് ടു എ എടുത്തു, ആൽഫ ബിലോങ്സ് ടു എ എടുത്തു. പിന്നെ എ ബിലോങ്സ് ടു എൻ പി ചെയ്തതുകൊണ്ട് എ പി സബ്സെറ്റ് ഓഫ് എൻ ആയിരിക്കും ഐഡിയൽ ക്വസ്റ്റ്യന്റ് ഡെഫിനീഷൻ. അങ്ങനെയാണെങ്കിൽ എന്താ, ആൽഫ എ പി സബ്സെറ്റ് ഓഫ്, രണ്ട് സൈഡിൽ ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ ആൽഫ വെച്ചെടുത്തു. അപ്പൊ എന്ത് കിട്ടാ, ആൽഫ എ പി സബ്സെറ്റ് ഓഫ് ആൽഫ എൻ എന്ന് കിട്ടും. ഇനി ആൽഫ റിംഗിലൊരു എലമെന്റും എൻ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു എൻ എവിടെ തന്നെ ഉണ്ടാവും, എന്നിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആൽഫ എൻ പിന്നെ എന്ത് തന്നെയായിരിക്കും, സബ്സെറ്റ് ഓഫ് എൻ ആയിരിക്കും. അതുകൊണ്ട് ഈ വരി അങ്ങനെ എഴുതിയത്. ആൽഫന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാലും ഈക്വൽ തന്നെ ആയിരിക്കും, രണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആൽഫ എ ഇൻറ്റു പി സബ്സെറ്റ് ഓഫ് എൻ ആയതുകൊണ്ട് ആൽഫ എ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവും, ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പിയിൽ ഉണ്ടാവും, ഐഡിയൽ ക്വസ്റ്റ്യന്റ് ഡെഫിനിഷൻ. അതുകൊണ്ട് റിംഗിലൊരു ഏത് എലമെന്റ് എടുത്ത്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ, റിംഗിലൊരു ഏത് എലമെന്റ് എടുത്ത് നമ്മുടെ ഐഡിയൽ ക്വസ്റ്റ്യന്റ് എലമെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും, അതായത് ആൽഫ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടെന്ന് കാണിച്ചു, ഐഡിയൽ ക്വസ്റ്റ്യന്റ് ഉണ്ട് തന്നെ കാണിച്ചു. അതുകൊണ്ട് ഐഡിയൽ ക്വസ്റ്റ്യന്റ് എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ഓഫ് എ എന്ന് പറഞ്ഞ് കിട്ടി നമുക്ക്. അടുത്ത അനിഹിലേറ്റർ എന്തായിരുന്നു, ഐഡിയൽ ക്വസ്റ്റ്യന്റ് ഓഫ് സീറോ. അതായത് ഇപ്പൊ അനിഹിലേറ്റർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ക്വസ്റ്റ്യന്റ് ഓഫ് സീറോ എം, അതായത് സീറോ മൊഡ്യൂളും അല്ലെങ്കിൽ സീറോ റിങ്ങും സീറോ സബ് റിങ്ങും എമ്മും ആയിട്ടുള്ള ഐഡിയൽ ക്വസ്റ്റ്യന്റിന് നമ്മൾ എപ്പോഴും എന്താ പറയാ, അനിഹിലേറ്റർ ഓഫ് എം എന്ന് പറയാ. അടുത്തത് ഇതൊരു റിസൾട്ട് ആണ്. അതായത് എം ബി ആൻ എ മൊഡ്യൂൾ ആൻഡ് എ ആൻ ഐഡിയൽ ഓഫ് എ സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് അനിഹിലേറ്റർ ഓഫ് എം. അതായത് എം എന്ന് പറയുന്നത് എ മൊഡ്യൂളും സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു ഐഡിയൽ ആണ്, സച്ച് ദാറ്റ് ഈ സ്മോൾ എ ഇതിന്റെ ഉള്ളിൽ എടുക്കും, അനിഹിലേറ്റർ ഓഫ് എമ്മിന്റെ ഉള്ളിലാണ് കിടക്കണേ. അങ്ങനെയാണെങ്കിൽ എമ്മിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, എ ഓവർ എ മൊഡ്യൂൾ ആയിട്ട് കാണാൻ പറ്റും. എ ഓവർ എ മൊഡ്യൂൾ ആയിട്ട് കാണാൻ ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് എം ഈസ് ആൻ എ ഓവർ എ മൊഡ്യൂൾ. അതിനർത്ഥം എം ഒരു അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ എം ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എം ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആയിരിക്കണം. പിന്നെ എ ഓവർ എയിലെ ഒരു എലമെന്റും എമ്മിലെ ഒരു എലമെന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ഇതിലുണ്ടാവണം, എമ്മിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എം ഈസ് ആൻ എ ഓവർ എ മൊഡ്യൂൾ ആണ് പ്രൂവ് ചെയ്യണം. അതിനവിടെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് എമ്മിലെ ഒരു എലമെന്റും എ ഓവർ എയിലെ ഒരു എലമെന്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടല്ലോ. എമ്മിലെ ഒരു എലമെന്റ് വൈ എടുത്തു, ആൽഫ ബിലോങ്സ് ടു എ എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഓവർ എൽ എലമെന്റ് എങ്ങനെ എടുക്കുക, ആൽഫ പ്ലസ് ഐഡിയൽ. ഇനി വൈ ഇൻറ്റു ആൽഫ പ്ലസ് ഐഡിയൽ നമ്മ എങ്ങനെ എഴുതും, ആൽഫ വൈ പ്ലസ് എ വൈ.
എന്ന് പറയുന്നത് ഐഡിയൽ അവന്റെ എ വൈ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? എ തന്നെ ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ എന്താ? എ ഓവർ എ സീറോ. അതുകൊണ്ട് നമ്മ അതിനെ എങ്ങനെ എഴുതും? ഇത് എന്തായി പോവും? ഈക്വൽ ടു എ ആണ്, അതായത് ഐഡിയൽ എ ആണ്, അത് എ ഓവർ എ സീറോ ആയതിന്റെ അത് നമ്മൾ സീറോ എന്ന് തന്നെ എഴുതും, കാരണം അത് എമ്മിലെ എലിമെന്റ് ആക്കി മാറ്റാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് തന്നെ എഴുതി? ആൽഫ വൈ. അതായത് എങ്ങനെയാണോ മൾട്ടിപ്ലിക്കേഷൻ ചൂസ് ചെയ്തത്? അതായത് എം ഈസ് ആൻ എ ഓവർ എ മൊഡ്യൂൾ. എം ഈസ് ആൻ എ ഓവർ എ മൊഡ്യൂൾ. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചൂസ് ചെയ്തു? എമ്മിലൊരു വൈയും എ ഓവർ എയിലെ ഒരു ആൽഫ പ്ലസ് എയും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താ? വൈ ആൽഫ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതാണ് അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ. വിത്ത് റെസ്പെക്ട് ടു ഈ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഈ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്താന്ന് കാണിക്കും? എം ഈസ് ആൻ എ ഓവർ എ മൊഡ്യൂൾ ആണെന്ന് കാണിക്കും. അതിനാദ്യം നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത് വെച്ചെന്നാണ് ആദ്യം തന്നെ എഴുതി വെച്ചത്. ഇവിടെ സീറോ എന്ന് എഴുതാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം എ സബ്സെറ്റ് ഓഫ് അനിഹിലേറ്റർ ഓഫ് എം അല്ലേ? അനിഹിലേറ്റർ ഓഫ് എമ്മിലുള്ള എലമെന്റ്സ് നോക്കി, അനിഹിലേറ്റർ ഓഫ് എമ്മിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ് ആര്? എ. അതുകൊണ്ട് എമ്മിലെ ഒരു എലമെന്റും എയിലെ ഒരു എലമെന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും എന്താ കിട്ടുള്ളൂ? സീറോ കിട്ടുള്ളൂ. കാരണം എന്താ? അനിഹിലേറ്റർ ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ കോഷ്യന്റ് സീറോ എം. അതുകൊണ്ട് ഐഡിയൽ കോഷ്യന്റിലെ ഒരു എലമെന്റും റിംഗിലെ ഒരു എലമെന്റും എമ്മിലെ ഒരു എലമെന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? അതായത് റിംഗിലെ എലമെന്റ് അല്ല, നമ്മുടെ അനിഹിലേറ്റർ ഓഫ് എമ്മിലെ എലമെന്റും എമ്മിലെ എലമെന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? സീറോ കിട്ടണം. അതാണ് നമ്മുടെ അനിഹിലേറ്റർ ഓഫ് എമ്മിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അവിടെ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. പ്രൊഡക്റ്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും, കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, എമ്മിൽ തന്നെയാണ് നമുക്ക് കിട്ടണത്. ഓക്കെ, അടുത്ത ആൽഫ പ്ലസ് എ ഈക്വൽ ടു ബീറ്റ പ്ലസ് എ എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി എച്ച് ആണെങ്കിൽ ആൽഫ എ ഈക്വൽ ടു ബി എച്ച് ആണെങ്കിൽ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അതായത് ആൽഫ മൈനസ് ബീറ്റ ബിലോങ്സ് ടു എ എന്ന് കിട്ടും. ആൽഫ മൈനസ് ബീറ്റ വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. കാരണം വൈ വെച്ച് എയിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ആൽഫ എന്ന് പറയുന്നത് അനിഹിലേറ്ററിന്റെ അല്ല, ഈ എ എന്ന് പറയുന്നത് അനിഹിലേറ്ററിന്റെ ഉള്ളിൽ കിടക്കണതിന്റെ നമ്മുടെ എമ്മിൽ ഒരു എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? എപ്പോഴും സീറോ കിട്ടും. അതിന്റെ ആൽഫ മൈനസ് ബീറ്റ വൈ എന്ന് പറഞ്ഞാൽ സീറോ ആയി. അതായത് ആൽഫ വൈ ഈക്വൽ ടു എന്തായി? ബീറ്റ വൈ ആയി. അതായത് എ ഓവർ എയിലെ രണ്ട് എലമെന്റ്സ് എടുത്തു. അതായത് രണ്ട് ഈക്വൽ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ തന്നെയായിരിക്കും. അതായത് നമ്മൾ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ എങ്ങനെയാ എടുക്കുക? എക്സ് ഈക്വൽ ടു വൈ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് വൈ എന്ന് കാണിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ എ ഓവർ എയിലെ രണ്ട് എലമെന്റ്, അത് ഇത് എക്സും ഇത് വൈ ആയിട്ട് ചൂസ് ചെയ്യുന്ന എക്സ് ഈക്വൽ ടു വൈ എന്ന് ചൂസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടണം? ഈ പ്രൊഡക്റ്റും ഈക്വൽ ആണെന്ന് തന്നെ കിട്ടണം. അതാണ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയാണ്. ആൽഫ വൈ എന്ന് പറഞ്ഞത് എന്ത് തന്നെയാന്ന് കിട്ടി? ബീറ്റ വൈ ആന്ന് കിട്ടി. അടുത്ത് ആൽഫ പ്ലസ് എയും ആൽഫ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതാൻ കാരണം ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഒരു എയും കൂടി അവിടെ കിടക്കണല്ലേ. പക്ഷെ എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ചെയ്താൽ എന്താ കിട്ടാൻ പോണേ? സീറോ ആണ് കിട്ടാൻ പോണേ. കാരണം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എമ്മിലെ എലമെന്റ്, എം എന്ന് പറയുന്നത് അനിഹിലേറ്റർ ഓഫ് എമ്മിന്റെ ഉള്ളിൽ കിടക്കുന്നതാ. അതുകൊണ്ട് എമ്മിലെ എലമെന്റും എയിലെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത സീറോ ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ആൽഫ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ. അത് ഈക്വൽ എന്താന്ന് കിട്ടും? ആൽഫ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ പ്ലസ് എ
ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. കാരണം എന്താ, ഈ ആൽഫ പ്ലസ് എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ എക്സ് പ്ലസ് എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴും സീറോ ആയിപ്പോഴും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതുകൊണ്ട് പ്രശ്നമില്ല. കാരണം നമുക്ക് ഇത് എന്തിനെങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓവർ എൽ ഒരു എലമെന്റ് ആക്കി എഴുതണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആൽഫ പ്ലസ് എ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചത്. അടുത്ത എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് എ പ്ലസ് ബീറ്റ പ്ലസ് എ എക്സ്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊഡ്യൂളിന്റെ ഓരോ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് നോക്കണതാ. മൊഡ്യൂളിന്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ നമ്മൾ ഒരു 4 പ്രോപ്പർട്ടീസ് നേരത്തെ ഇതിന്റെ തുടക്കത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 പ്രോപ്പർട്ടീസ് ആണ് ഈ നോക്കണത് കേട്ടോ. അതായത് എ ഓവറേല് നമ്മൾ നേരത്തെ എമ്മും റിങ് എ ആണ് എടുത്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എമ്മും ആ റിങ് എന്ന് പറയുന്നത് ഏതാ, എ ഓവർ എയും ആണ്. അതുകൊണ്ട് നമ്മ ഈ റിങ്ങിലെ എലമെന്റ്സ് ഒക്കെ കണ്ട നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതായത് നേരത്തെ എ വേണമെങ്കിൽ എയും ബി ഒക്കെ ആയിരുന്നു നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. ഇവിടത്തെ എലമെന്റ്സ് ഇങ്ങനെ ആൽഫ പ്ലസ് എയും അങ്ങനത്തെ എലമെന്റ്സ് ആണ്. ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് തന്നെ മൊഡ്യൂളിന്റെ ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കുന്നതാ. ഇത് നമുക്ക് നോക്കിയാൽ മതി, അത് ഒന്നുള്ളൂ. അതായത് ആൽഫ പ്ലസ് എ ഇൻറ്റു ബീറ്റ പ്ലസ് എ, അതിൽ ആ എ എക്സ് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ സീറോ കൊടുക്കണോണ്ട് നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് അതായത് ഇവിടെ നമുക്ക് ശരിക്കും ചെയ്യുമ്പോൾ എന്ത് വരും, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് എന്നാണ് ഇത് വരിക. അതായത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞു കിട്ടും. ഇൻറ്റു എക്സ് പുറത്തുണ്ട്. അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് എന്ന് വരും. കാരണം എ ഇൻറ്റു എക്സ് എന്തായി പോക്കോളും, സീറോ ആയി പോക്കോളും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും, ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ്. അത് കിട്ടുന്നത് എങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ പ്ലസ് എ ഇൻറ്റു എക്സ്. കാരണം ഇവിടെ എ നമുക്ക് കൊടുത്താലും പ്രശ്നമില്ല, അത് എടുത്ത് കളഞ്ഞാലും പ്രശ്നമില്ല. കാരണം എ ഇൻറ്റു എക്സ് എപ്പോഴും എന്തായി പോക്കോളും, സീറോ ആയി പോക്കോളും. അതൊന്ന് നോക്കി വെച്ചാൽ മതി. അതുപോലെ ഇത് അടുത്ത പ്രോപ്പർട്ടി, അതായത് റിങ്ങിലെ 2 എലമെന്റ് എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എക്സിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ റിങ്ങിലെ ഒരു എലമെന്റ്, അതായത് അസോസിയേറ്റിവിറ്റി പോലെ, അസോസിയേറ്റിവിറ്റി എന്നല്ല ശരിക്കും പറയാം, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി തന്നെയാണ്. അതായത് നമ്മ എ ഇൻറ്റു ബി എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി എക്സ് നമ്മ ഒരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, 3ാമത്തെ പ്രോപ്പർട്ടി. അത് സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണത് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ആൽഫ പ്ലസ് എ ഇൻറ്റു ബീറ്റ പ്ലസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ആൽഫ ബീറ്റ, അതായത് മൾട്ടിപ്ലിക്കേഷൻ എ ഓരോ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് എന്താ കിട്ടാം, ആൽഫ ബീറ്റ പ്ലസ് എ ഇൻറ്റു എക്സ്. നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ ബീറ്റ എക്സ് പ്ലസ് എ എക്സ് ഉണ്ട്, അത് ഈക്വൽ ടു സീറോ പോക്കോളും. അത് നമുക്ക് പ്ലസ് സീറോ, ഇവിടെ ഒരു സീറോ ഉണ്ട്, അത് നമ്മൾ എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പൊ ആൽഫ ബീറ്റ എക്സ്. ഇനി ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എവിടത്തെ എലമെന്റാ, റിങ്ങിലെ എലമെന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എവിടത്തെ എലമെന്റാ, എമ്മിലെ എലമെന്റാ. എം മൊഡ്യൂൾ ആയിട്ട് അതിനെ എങ്ങനെ എഴുതാം, ആൽഫ ഇൻറ്റു ബി എക്സ് എന്ന് എഴുതാം. അതിന് നമുക്ക് തിരിച്ചെങ്ങനെ മാറ്റാം, ആൽഫ പ്ലസ് എ ഇൻറ്റു ബി എക്സ് എന്ന് എഴുതാം. ബി എക്സ് അല്ല ബീറ്റ എക്സ് എന്ന് എഴുതാം. അതിനെങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് എ ഇൻറ്റു ബീറ്റ പ്ലസ് എ ഇൻറ്റു എക്സ്. കാരണം ഇവിടെ എ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം വരില്ല. കാരണം ഇവിടെ എ ഇൻറ്റു ബീറ്റ എക്സ് വരും, പക്ഷെ അതെന്തായി പോക്കോളും, സീറോ ആയി പോക്കോളും. അതുപോലെ ഇവിടുത്തെ ഐഡന്റിറ്റി, അതായത് നമ്മുടെ ARL ഐഡന്റിറ്റി എന്താ, 1 + a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ്. എ ഇൻറ്റു എക്സ് സീറോ ആണ്. അപ്പൊ 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്. എം ഈസ് എൻ എ മൊഡ്യൂൾ കിട്ടി, കാരണം 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത് ഫെയ്ത്ത്ഫുൾ എ മൊഡ്യൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയ്ത്ത്ഫുൾ ഐഡിയൽ എന്താന്ന് പറഞ്ഞായിരുന്നു, എന്തായിരുന്നു, അനിഹിലേറ്റർ ഓഫ്, ഇപ്പൊ എ ഫെയ്ത്ത്ഫുൾ ആന്ന് പറയുകയാണെങ്കിൽ അനിഹിലേറ്റർ ഓഫ് എ എന്തായാൽ മതി, സീറോ ആയാൽ മതി. അതുപോലെ ഇവിടെ ഫെയ്ത്ത്ഫുൾ എ മൊഡ്യൂൾ എന്ന് പറയാൻ എന്താ, അനിഹിലേറ്റർ ഓഫ് എം എന്താവണം, സീറോ ആവണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയും, ഫെയ്ത്ത്ഫുൾ എ മൊഡ്യൂൾ എന്ന് പറയും. ആ അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് അനിഹിലേറ്റർ എം എന്ന് പറയുന്നത് എ ആണെന്നിരിക്കട്ടെ. അനിഹിലേറ്റർ എം എ ആയതുകൊണ്ട് ഇപ്പൊ എം എന്ന് പറയുന്നത് ഒരു എ മൊഡ്യൂൾ ആണെന്നിരിക്കട്ടെ. എം എന്ന് പറയുന്നത് ഒരു എ മൊഡ്യൂൾ ആണ്. അനിഹിലേറ്റർ ഓഫ് എ എന്ന് പറയുന്നത് അനിഹിലേറ്റർ ഓഫ് എം എന്ന് പറയുന്നത് എ ആണ്. എ സീറോ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എന്ത് മൊഡ്യൂൾ അല്ല, ഫെയ്ത്ത്ഫുൾ എ മൊഡ്യൂൾ അല്ല. പക്ഷെ എം എന്തായിരിക്കും, ഫെയ്ത്ത്ഫുൾ എ ഓവർ എ മൊഡ്യൂൾ ആയിരിക്കും. എം ഈസ് എ ഫെയ്ത്ത്ഫുൾ എ ഓവർ എ മൊഡ്യൂൾ ആയിരിക്കും.
അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് തൊട്ട് മുന്നത്തെ പ്രൂഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് അനിഹിലേറ്റർ ഓഫ് എം അല്ലേ? സബ്സെറ്റ് ഇവിടെ ഈക്വൽ ആണ്, പക്ഷെ നമ്മുടെ നേരത്തെ തീരം വെച്ച് സബ്സെറ്റ് ആയാലും മതി. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണെങ്കിലും സബ്സെറ്റ് തന്നെയല്ലേ. അപ്പൊ എ ഈക്വൽ ടു അനിഹിലേറ്റർ ഓഫ് എം ആണ്. അപ്പൊ എ സബ്സെറ്റ് ഓഫ് അനിഹിലേറ്റർ ഓഫ് എം ആണ്. അതുകൊണ്ട് നമുക്ക് എമ്മിനെ എങ്ങനെ കാണാം? ഒരു എ ഓവർ എ മൊഡ്യൂൾ ആയിട്ട് കാണാം. അങ്ങനെ നോക്കണെങ്കിൽ നമുക്ക് എം ഫെയ്ത്ത്ഫുൾ ആണോ ഒരു എ ഓവർ എ മൊഡ്യൂളിൽ എ ഓവർ എ മൊഡ്യൂൾ എം ഫെയ്ത്ത്ഫുൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു റിസൾട്ട് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റില്ല. എങ്ങനെ എം ഒരു എ ഓർ എ മൊഡ്യൂൾ ആണെന്ന് നമുക്ക് അറിയോ? ഇല്ല. അത് പക്ഷെ തൊട്ട് മുന്നത്തെ തീരം വെച്ച് നമുക്കത് നോക്കാൻ പറ്റും. അപ്പൊ എ ഈക്വൽ ടു അനിഹിലേറ്റർ ഓഫ് എം, എ സബ്സെറ്റ് ഓഫ് അനിഹിലേറ്റർ ഓഫ് എം. അപ്പൊ സോ എം ഈസ് റിഗാർഡഡ് ആസ് ആൻ എ ഓർ എ മൊഡ്യൂൾ. അത് നമുക്ക് തൊട്ട് മുന്നത്തെ തീരം തന്നെ. അപ്പൊ അനിഹിലേറ്റർ ഓഫ് എം ഈക്വൽ ടു എ, അനിഹിലേറ്റർ ഓഫ് എം ഈസ് 0. അതായത് എ ഓർ എ മൊഡ്യൂളിലെ ഏതാ 0? എ ആണ്. അതായത് എ ഓവർ എ 0 ഏതാ? എ ആണ്. അപ്പൊ അനിഹിലേറ്റർ ഓഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണെന്റെ അർത്ഥം എന്താ? എ ഓവർ എയില് അനിഹിലേറ്റർ ഓഫ് എം എന്താ? 0 ആണ്. അതിനർത്ഥം എം ഈസ് എ ഫെയ്ത്ത്ഫുൾ എ ഓവർ എ മൊഡ്യൂള്. കാരണം എവിടെയാ അത്, അതായത് വിത്ത് റെസ്പെക്ട് ഏത് റിങ്ങിലാണോ നമ്മൾ മൊഡ്യൂൾ പറയണേ, ആ റിങ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയണം? അനിഹിലേറ്റർ 0 എന്ന് പറഞ്ഞാൽ മതി. എ ഓവർ എ 0 ആയതുകൊണ്ട് നമുക്ക് എം ഈസ് എ ഫെയ്ത്ത്ഫുൾ എ ഓവർ എ മൊഡ്യൂൾ എന്ന് പറയാൻ പറ്റും. അടുത്ത ഈ പ്രോപ്പർട്ടി, ഈ രണ്ട് പ്രോപ്പർട്ടീസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ ആ രണ്ട് ഐസോമോർഫിസം കാണിക്കുന്ന തിയറംസ് ഇല്ലേ, അതും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ അനിഹിലേറ്റർ ഓഫ് എം പ്ലസ് എൻ ഈക്വൽ ടു അനിഹിലേറ്റർ ഓഫ് എം ഇന്റർസെക്ഷൻ അനിഹിലേറ്റർ ഓഫ് എൻ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാ. സത്യം പറഞ്ഞാൽ ഇത് പഠിക്കുക പോലും വേണ്ട, ജസ്റ്റ് പക്ഷെ എല്ലാത്തിനും ഡെഫിനേഷൻ അറിയണം. ഡെഫിനേഷൻ അറിഞ്ഞാൽ മാത്രമാണ് ഇപ്പൊ ഈ പറയുന്നതായാലും മനസ്സിലാവുള്ളൂ, ഇനി എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഡെഫിനേഷൻ പഠിച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ഓരോ പ്രൂഫ് ഉണ്ടാക്കി എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ അനിഹിലേറ്റർ ഓഫ് എം പ്ലസ് എൻ ഈക്വൽ ടു അനിഹിലേറ്റർ ഓഫ് എം ഇന്റർസെക്ഷൻ അനിഹിലേറ്റർ ഓഫ് എൻ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം രണ്ട് സൈഡിക്ക് സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം അനിഹിലേറ്റർ ഓഫ് എം പ്ലസ് എൻ, അതിലൊരു എലമെന്റ് എടുത്ത് എ, അനിഹിലേറ്റർ ഓഫ് എം പ്ലസ് എന്നിൽ ഒരു എലമെന്റ് എ എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു വൈ ഈക്വൽ ടു 0. അതായത് എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് ഒരു എം എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എമ്മിലെ ഒരു എലമെന്റ് വൈയും നമ്മുടെ എയും ഈ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? 0 കിട്ടണം. അതാണുള്ള അനിഹിലേറ്ററിന്റെ ഡെഫിനിഷൻ. അതിനർത്ഥം എന്താ? വൈ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് എം പ്ലസ് എന്നിൽ എടുക്കുകയാണെങ്കിൽ എ ഇൻറ്റു വൈ എടുത്ത് എന്ത് കിട്ടണം? 0 കിട്ടണം. ഇനി എം പ്ലസ് എന്നില് എമ്മിലെ എല്ലാ എലമെന്റ്സും എം പ്ലസ് എന്നിൽ ഉണ്ടാവില്ലേ? അതായത് എ ഇൻറ്റു വൈ ഈക്വൽ 0 ഫോർ എവരി വൈ ബിലോങ്സ് ടു എം പ്ലസ് എൻ ആണ്. അതായത് എയും എം പ്ലസ് എന്നിലെ ഒരു എലമെന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എമ്മിലെ ഒരു എലമെന്റ് എടുത്തു. എമ്മിലെ ഒരു എലമെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എമ്മിലെ ഒരു എലമെന്റ് എക്സ് ഒരു പി എടുത്തുന്നിരിക്കുക, അതിന് നമുക്ക് പി പ്ലസ് 0 എന്ന് എഴുതി കൂടെ? അതായത് എമ്മിലെ ഏത് എലമെന്റ് എടുത്താലും അത് എവിടെ ഉണ്ടാവും? എം പ്ലസ് എന്നിൽ ഉണ്ടാവും. അതുപോലെ എന്നിലെ ഏത് എലമെന്റ് എടുത്ത് ഒരു ക്യൂ എടുത്താലും നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 0 പ്ലസ് ക്യൂ എന്ന് എഴുതാം. അതുകൊണ്ട് ഇതും എവിടെ ഉണ്ടാവും? എം പ്ലസ് എന്നിൽ ഉണ്ടാവും. അതുകൊണ്ട് എമ്മിലെ എല്ലാ എലമെന്റും എന്നിലെ എല്ലാ എലമെന്റും എം പ്ലസ് എന്നിൽ ഉണ്ടാവും. എം പ്ലസ് എന്നിൽ എന്തായാലും ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? എമ്മിലെ എല്ലാ എലമെന്റ്സും എന്നിലെ എല്ലാ എലമെന്റ്സും ഉണ്ടാവും. അതുകൊണ്ട് എ വൈ ഈക്വൽ ടു 0 ഫോർ എവരി വൈ ബിലോങ്സ് ടു എം ആയിരിക്കും, എ വൈ ഈക്വൽ ടു 0 ഫോർ എവരി വൈ ബിലോങ്സ് ടു എൻ ആയിരിക്കും. കാരണം എം പ്ലസ് എന്നിലെ എല്ലാ എലമെന്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയതുകൊണ്ട് എമ്മിലെ എലമെന്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്നിലെ എലമെന്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയിരിക്കും. ആ പോയിന്റ് ഒന്ന് നോക്കിക്കോളെ, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അതുകൊണ്ട് എ വൈ ഈക്വൽ ടു 0 ഫോർ എവരി വൈ ബിലോങ്സ് ടു എം ആയതുകൊണ്ട് എ ബിലോങ്സ് ടു എന്തായിരിക്കും? അനിഹിലേറ്റർ ഓഫ് എം ആയിരിക്കും. അതുപോലെ എ വൈ ഈക്വൽ ടു 0 ഫോർ എവരി വൈ ബിലോങ്സ് ടു എൻ ആയതുകൊണ്ടോ എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എന്നും ആയിരിക്കും. അപ്പൊ രണ്ട് അനിഹിലേറ്ററിൽ ഉണ്ടെങ്കിൽ എ എവിടെ ഉണ്ടാവും? അതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവും. അതുകൊണ്ട് എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എം ഇന്റർസെക്ഷൻ അനിഹിലേറ്റർ ഓഫ് എൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ സൈഡ് സബ്സെറ്റ് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു. അതായത് ഒരു സൈഡ് സബ്സെറ്റ് ആണെന്ന് വിളിച്ചു. ഇനി തിരിച്ച് തെളിയിക്കേണ്ടേ? അതിന് നമ്മൾ ഇവിടുത്തെ ഒരു എലമെന്റ് എടുത്തു, എ ബിലോങ്സ് ടു എം ഇന്റർസെക്ഷൻ എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എം ഇന്റർസെക്ഷൻ അനിഹിലേറ്റർ ഓഫ് എൻ എടുത്തു. ഇന്റർസെക്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? രണ്ടിലുണ്ട്. അതായത് എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എം ആൻഡ് എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എൻ. അതുകൊണ്ട് എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എം ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എം, അനിഹിലേറ്ററിന്റെ ഡെഫിനേഷൻ. അതുപോലെ എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എൻ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി വൈ ബിലോങ്സ് ടു എൻ. അങ്ങനെയാണെങ്കിൽ
എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സോറി എക്സ് ബിലോങ്സ് ടു എം ആണെന്ന് വൈ ബിലോങ്സ് ടു എൻ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു എം പ്ലസ് എൻ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മ എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ചെയ്തു എന്നിരിക്കുക. അപ്പൊ എന്ത് കിട്ടാ? എക്സ് പ്ലസ് എ വൈ എന്ന് കിട്ടും. ഇത് രണ്ട് സീറോ അല്ലേ? അതുകൊണ്ട് ഇത് ഈക്വൽ ടു എന്താ? സീറോ എന്ന് കിട്ടും. അതുകൊണ്ട് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ എപ്പോഴും കിട്ടും. ആ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എം പ്ലസിനിലെ എല്ലാ എലമെന്റ്സും ആ മോഡലുള്ളതല്ലേ? അതുകൊണ്ട് എം പ്ലസിനിലെ ഏത് എലമെന്റ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? സീറോ കിട്ടും. അതിനർത്ഥം എന്താ? എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എം പ്ലസ് എൻ. അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് രണ്ടും എന്തായി? ഈക്വൽ ആയി. അപ്പൊ ഫസ്റ്റത്തെ പ്രൂഫ് കഴിഞ്ഞു. ഇത് ഈസി ഉള്ള ഒരു പ്രൂഫ്. അടുത്തത് കുറച്ചും കൂടി ചെയ്യാണ്ടത്. ഇതുപോലെ തന്നെ എളുപ്പമാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതിൽ ആദ്യം തന്നെ എന്ത് വിചാരിക്കും? എ ബിലോങ്സ് ടു ഐഡിയൽ കോഷ്യന്റ് എൻ പി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. ഐഡിയൽ കോഷ്യന്റ് എൻ പിയിലുള്ള എലമെന്റ്സ് എങ്ങനെയാ? എ പി സബ്സെറ്റ് ഓഫ് എൻ ആയിരിക്കും. അപ്പൊ എ പി സബ്സെറ്റ് ഓഫ് എൻ, അതായത് എ ഇൻറ്റു പി എന്ന് പറയുന്ന സെറ്റ് സബ്സെറ്റ് ഓഫ് എൻ. അതിന്റെ അർത്ഥം എന്താ? എ ഇൻറ്റു പിയിലെ ഒരു എലമെന്റ് ചെയ്താൽ എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. അതുകൊണ്ട് എ ഇൻറ്റു വൈ ബിലോങ്സ് ടു എൻ ഫോർ എവരി വൈ ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത്. എ ഇൻറ്റു എ വൈ ബിലോങ്സ് ടു എൻ ഫോർ എവരി വൈ ബിലോങ്സ് ടു പി. അങ്ങനെയാണെങ്കിൽ ഫോർ എവരി എക്സ് പ്ലസ് വൈ പ്ലസ് എൻ ബിലോങ്സ് ടു ഫോർ എവരി എക്സ് പ്ലസ് വൈ പ്ലസ് എൻ ബിലോങ്സ് ടു എൻ പ്ലസ് പി ഓവർ എൻ. അതായത് എൻ പ്ലസ് പി ഓവർ എന്നിലെ എല്ലാ എലമെന്റ്സിനും നമ്മ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടാൻ പോണെന്ന് ചൂസ് ചെയ്തതാണ്. അത് ഇതിലൊരു എലമെന്റ് എങ്ങനെയാ? എക്സ് പ്ലസ് വൈ പ്ലസ് എൻ മോഡൽ ആയിരിക്കില്ലേ? എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ്? എന്നിലെ എലമെന്റ്. വൈ എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ്? പിയിലെ എലമെന്റ്. അങ്ങനെ ഈ മോഡലിലായിരിക്കും എല്ലാ എലമെന്റ്സും എടുക്കുക. ഇതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ട് കിട്ടുക? ഇതിനെങ്ങനെ എഴുതാം? എ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എൻ എന്ന് എഴുതാം. അതിനെന്ത് എഴുതാം? എ എക്സ് പ്ലസ് എ വൈ എന്ന് എഴുതാം. ഈ സാധനം എന്ത് തന്നെയാണ്? എൻ തന്നെയല്ലേ? കാരണം എ എക്സും എവിടെ കിടക്കുന്നുണ്ട്? എന്നിൽ കിടക്കുന്നുണ്ട്. എ വൈ എവിടെ കിടക്കുന്നുണ്ട്? എന്നിൽ കിടക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എച്ച് ഈക്വൽ ടു എച്ച് നമ്മൾ എപ്പോഴും എഴുതാ? എ ബിലോങ്സ് ടു എച്ച്. അതായത് എക്സ് പ്ലസ് വൈ, എ എക്സും എ വൈയും എന്നിൽ കിടക്കുന്നതുകൊണ്ട് സോറി, ഇതിൽ എ എക്സും എ വൈ നമുക്ക് ആവശ്യമില്ല. കാരണം എ വൈ എന്ന് പറയുന്നത് എപ്പോഴും എന്തായി പൊക്കോളും? എന്നിലായിട്ട് പൊക്കോളും. എ എക്സ് എന്ന് പറയുന്നത് സോറി, എ എക്സും എപ്പോഴും എന്നിലായി പൊക്കോളും, എ വൈയും എപ്പോഴും എന്നിലായിട്ട് പൊക്കോളും. അതുകൊണ്ട് എച്ച് ഈക്വൽ ടു എച്ച് ആയിരിക്കും. അതായത് എച്ച് ഈക്വൽ ടു എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച് അല്ലേ? നമുക്ക് എ എക്സ് പ്ലസ് എ വൈ അവിടെ ഉണ്ട്, എന്നിലുണ്ട്. അതുകൊണ്ട് അത് എന്ത് തന്നെ പൊക്കോളും? എൻ തന്നെ പൊക്കോളും. ജസ്റ്റ് കോൺസ്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ നമുക്ക് എന്താന്ന് കിട്ടി? എ ഇൻറ്റു, അതായത് റിങ്ങിലൊരു എലമെന്റ് ഇൻറ്റു എൻ പ്ലസ് പി ഓവർ എന്നിലൊരു എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെ കിട്ടും? എൻ തന്നെ കിട്ടുന്ന കിട്ടി. അതിനർത്ഥം എന്താ? എ ബിലോങ്സ് എന്താ? അതായത് എ ഇൻറ്റു എൻ പ്ലസ് പി ഓവർ എൻ ചെയ്തപ്പോ എന്ത് തന്നെയാന്ന് കിട്ടി? എൻ ആന്ന് കിട്ടി. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ സെറ്റിലെ ഐഡന്റിറ്റി ആണ് ഏത്? എൻ. അതായത് എ ഇൻറ്റു എൻ പ്ലസ് പി ഓവർ എന്നിലെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? ഐഡന്റിറ്റി കിട്ടിയിരുന്നു. അതിനർത്ഥം എ എവിടെ കിടക്കണ്ടാവും? എ എന്ന് പറയുന്നത് അനിഹിലേറ്റർ ഓഫ് എൻ പ്ലസ് പി ഓവർ എന്നിൽ കിടക്കണ്ടാവും. ഈ എൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ് എപ്പോഴും ഓർക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് എ എവിടെ ചൂസ് ചെയ്താ? എൻ ഐഡിയൽ കോഷ്യന്റ് എൻ പിയിൽ ചൂസ് ചെയ്തിട്ട് എ എവിടെ നിന്ന് കിട്ടി? അനിഹിലേറ്റർ ഓഫ് എൻ പ്ലസ് പി ഓവർ എന്നിൽ കിട്ടി. അപ്പൊ നമുക്ക് ഒരു സൈഡ് സബ്സെറ്റ് കിട്ടിയില്ലേ? കിട്ടി. ഇനി അടുത്തത് എ ബിലോങ്സ് ടു എൻ പ്ലസ് പി ഓവർ എന്നിൽ നമ്മൾ ചൂസ് ചെയ്തു. എ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എൻ പ്ലസ് പി ഓവർ എൻ ആണെങ്കിൽ എ ഇൻറ്റു എൻ പ്ലസ് പി ഓവർ എന്നിൽ ഒരു എലമെന്റ് ചെയ്ത് എന്തിനു കിട്ടണം? സീറോ കിട്ടണം. സീറോ എന്ന് പറഞ്ഞാൽ ഏതാ? എൻ കിട്ടണം. അതായത് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എൻ എന്ത് കിട്ടി? എൻ കിട്ടി. എ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എൻ കിട്ടി. അതായത് എച്ച് ഈക്വൽ ടു എച്ച് എന്നല്ല ഈ മോഡൽ കിടക്കണേ. എച്ച് ഈക്വൽ ടു എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച്. അതായത് എ എക്സ് നമ്മൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എൻ ഈക്വൽ ടു എൻ എന്ന് കിട്ടി. ഇതിൽ എ വൈ എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്ന ആളാ? എന്നിൽ തന്നെ കിടക്കുന്ന ആളല്ലേ? അതുകൊണ്ട് ഇത് നമുക്ക് സോറി, എ എക്സും എ വൈ എവിടെ കിടക്കുന്ന ആളാ? എന്നിൽ തന്നെ കിടക്കുന്ന ആളല്ലേ? അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് തന്നെ എഴുതാൻ പറ്റും? അതായത് എ എക്സ്
പ്ലസ് എ വൈയും എവിടെ ഉണ്ട്? എന്നിലുണ്ട്. അതുകൊണ്ട് AX പ്ലസ് AY പ്ലസ് N എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? N തന്നെയായിരിക്കും. കാരണം AH ഈക്വൽ ടു H ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ബിലോങ്സ് ടു H. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AY belongs to N for every Y belongs to P. അതായത് ഇതിന്റെ അർത്ഥം എന്താ? എയും പിയിലെ ഒരു എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ തന്നെ ഉണ്ടാവും? എന്നിൽ ഉണ്ടാവും. അതായത് AP സബ്സെറ്റ് ഓഫ് N. അതായത് A ബിലോങ്സ് ടു എന്താ? ഐഡിയൽ കോഷ്യന്റ് NP ആണ്. ഓക്കെ, നമുക്ക് രണ്ട് സൈഡും പ്രൂവ് ചെയ്തു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തപ്പോ അത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത PDF പോവാം. അടുത്ത ഡയറക്റ്റ് സം എന്താന്ന്? അത് ഡയറക്റ്റ് സമ്മും അടുത്ത ഡയറക്റ്റ് സമ്മും ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്താന്നുള്ളത്. അതായത് ഡയറക്റ്റ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു N എടുത്തു, അതിൽ M പ്ലസ് ഡയറക്റ്റ് സം N എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സിന്റെ മോഡൽ എങ്ങനെയായിരിക്കും? X, Y വേർ X ബിലോങ്സ് ടു M, Y ബിലോങ്സ് ടു N. നമ്മൾ സാധാരണ A ക്രോസ് B എഴുതുന്ന മോഡലാണ് നമ്മൾ ഇവിടെ എങ്ങനെ പറയാ? X ഡയറക്റ്റ് സം N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് പോന്നിരിക്കുക. അതായത് M1 പ്ലസ് M2 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയും. അതിനോട് ലാസ്റ്റ് ചെയ്ത് വെച്ചാണ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഡയറക്റ്റ് സം ആർ സെയിം ഇഫ് ദ ഇൻഡെക്സ് I ഈസ് ഫൈനൈറ്റ്. അതായത് നമ്മുടെ I ബിലോങ്സ് ടു I എന്ന് പറഞ്ഞാൽ M1 പ്ലസ് M2 പ്ലസ് ഇങ്ങനെ പോവാന്നിരിക്കുക. അതിന് പോകണമെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും? X1, X2 എക്സെട്ര. ഇത് ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഡയറക്റ്റ് സം എന്ന് പറയും. ഇത് ഇൻഫിനിറ്റ് നമ്പർ ആയിട്ട് പോകണമെങ്കിൽ അതിന് എന്ത് പറയും? ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയും. എല്ലാ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മ രണ്ടെണ്ണെങ്കിൽ ഓർഡർ പെയർ എന്ന് പറയും, മൂന്നെണ്ണെങ്കിൽ ഓർഡർ ട്രിപ്ലെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓർഡേഡ് ആയിട്ട് ഇങ്ങനെ പോവില്ലേ, അതിനാണ് നമ്മൾ എന്താ പറയാ? എല്ലാ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതെന്ത് തന്നെയായിരിക്കും? ഈ ഡയറക്റ്റ് സം എടുത്ത് കിട്ടുന്ന ആ സെറ്റ് എന്ത് തന്നെയായിരിക്കും? ഒരു മൊഡ്യൂൾ ആയിരിക്കും. അത് ഈ ഫ്രീ മൊഡ്യൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ മൊഡ്യൂൾ ഈസ് എ വൺ വിച്ച് ഐസോമോർഫിക് ടു ആൻ എ മൊഡ്യൂൾ ഓഫ് ദ ഫോം. അതായത് ഇതുപോലത്തെ ഒരു ഡയറക്റ്റ് സമ്മിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു എ മൊഡ്യൂളിനാണ് നമ്മൾ എന്താ പറയാ? ഫ്രീ മൊഡ്യൂൾ എന്ന് പറഞ്ഞ് പറയാം. അതില് ഏത്, അതായത് ഇപ്പൊ പ്ലസ് I ഈക്വൽ ടു I ബിലോങ്സ് ടു I, ഇതിന് ഫ്രീ മൊഡ്യൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ MI എടുത്താലും അത് എയുമായിട്ട് ഐസോമോർഫിക് കഴിക്കണം ആസ് ആൻ എ മൊഡ്യൂൾ. അതായത് ഓരോ MI എന്ന് പറഞ്ഞാൽ എ മൊഡ്യൂൾ ആണ്, അത് എന്തായിട്ട് ഐസോമോർഫിക് ആണ്? എ ആയിട്ട് ഐസോമോർഫിക് കഴിക്കണം. നമുക്കധികം യൂസ് അധികം വരുന്നില്ല അതില്, മറ്റേ ഫ്രീ മൊഡ്യൂള് യൂസ് അധികം വരുന്നില്ല എന്ന് തോന്നുന്നു.
ഇതിനുള്ള കുറച്ച് തിയറംസ്, ഒരു 3 തിയറം അടുപ്പിച്ച് വരും. ആ 3 ഇമ്പോർട്ടൻ്റ്. അതിൽ ലാസ്റ്റ് ഒരു നാഗമസ് ലെമ്മ ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. ലൈക്ക് പ്രിപ്പോസിഷൻ 2.3 തുടങ്ങിയിട്ട് ആ നാഗമസ് ലെമ്മയ്ക്കുള്ള ഒരു, അതായത് നാഗമസ് ലെമ്മയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 തിയറം യൂസ് ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്യണത്. അതിൽ ആദ്യത്തെ തിയറാണ് ഇത്. ആദ്യത്തെ തിയറം എന്ന് പറഞ്ഞാൽ എന്താ, എം ഈസ് എ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മൊഡ്യൂൾ എം അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് നമ്മൾ സാധാരണ ബേസിസ് ഒക്കെ വെക്ടർ സ്പേസിൽ പറയണ പോലെ തന്നെ ഇവിടെ. അതായത് എമ്മില് കുറച്ച് എലമെന്റ്സ് ഉണ്ട്, x1 x2 എക്സെട്ര xn. എം ഫൈനലി ജനറേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു n എലമെന്റ്സ് അല്ലെങ്കിൽ എത്രയെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് യൂസ് ചെയ്യാം. എമ്മിലെ ഏത് എലമെന്റ് എ എടുത്താലും, എ വേണ്ട, ഒരു y എടുത്താലും അതിന് നമുക്ക് എങ്ങനെ എഴുതാം, a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് an xn, വേർ ai ബിലോങ്സ് ടു റിങ് എ. ഈ റിങ്ങിലെ എലമെന്റ്സ് കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് ഈ x1 x2 x3യുടെ ലീനിയർ, ആ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് പറയും. അപ്പൊ എം എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആണെങ്കിൽ, എ മൊഡ്യൂൾ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം ഈസ് ഐസോമോർഫിക് ടു എ കോഷ്യന്റ് ഓഫ് എ റൈസ് ടു, if and only if m is isomorphic to a quotient of a raised to n for some integer n greater than 0. അതിന്റെ അടുത്തൊന്നുമില്ല. a raised to n എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, a raised to n എന്ന് പറഞ്ഞാൽ എന്താ, എയിലെ a raised to n എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അത് നമ്മൾ സാധാരണ a ക്രോസ് ബി എഴുതുന്നത് എങ്ങനെയാ, എയിലെ ഒരു എലമെന്റ് ബിയിലെ ഒരു എലമെന്റ്. a raised to n എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ആ ടപ്പിൾ എത്ര ആയിരിക്കും, n ടപ്പിൾ ആയിരിക്കും. n ടപ്പിൾ, അതിൽ ഒരെണ്ണം x1 ഒരെണ്ണം x2 അങ്ങനെ എക്സെട്ര xn, n ടപ്പിൾ ആയിട്ടായിരിക്കും a raised to n എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തിയറം ശരിക്കും എന്താ പറയണെന്ന് വെച്ചാൽ, എം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് if and only if m isomorphic to a raised to n over i. ഇതിന് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണെങ്കിൽ, a raised to n എന്ന് പറഞ്ഞാൽ എയുടെ across അങ്ങനെ n ടൈംസ് എഴുതിയിട്ട് എയുടെ ഒരു സെറ്റ് ഉണ്ടാകുമല്ലോ, ആ സെറ്റ് വിത്ത് റെസ്പെക്ട് ടു എ സെറ്റ് ഓവർ അതിന്റെ ഒരു സബ് മൊഡ്യൂൾ, അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് എം ഐസോമോർഫിക് ടു ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ എം എന്തായിരിക്കും, ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. അതുപോലെ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ നമുക്ക് എമ്മിനെ ഇങ്ങനെ എഴുതാനും പറ്റും. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അതിനാദ്യം തന്നെ എന്താ, എം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്നിരിക്കട്ടെ. ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ അതിന് നമുക്ക് n എലമെന്റ്സ് വെച്ച് അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ച് എന്ത് യൂസ് ചെയ്യാം, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏത് എലമെന്റ് എടുത്താലും അതിനെ x1 x2 എക്സെട്ര xn ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. അതാണ് ജനറേറ്റേഴ്സ് എന്ന് എടുത്തു. then every element in m is a linear combination of x1 x2 etc xn. അതാണ് നമ്മുടെ ഫൈനൈറ്റ്ലി ജനറേറ്ററിന്റെ ഡെഫിനിഷൻ. ഫൈ എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം ചൂസ് ചെയ്യാണ് എ റൈസ് ടു n ന്ന് എമ്മിലേക്ക്. എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യാം, എ റൈസ് ടു എന്നിലെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും, a1 a2 എക്സെട്ര an എന്നായിരിക്കും. a1 a2 എക്സെട്ര an ആയിരിക്കും. അതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, നമ്മുടെ എമ്മില് ജനറേറ്റേഴ്സ് ഏതൊക്കെ x1 x2 എക്സെട്ര xn, അതില് അപ്പൊ എങ്ങനെയായിരിക്കും മാപ്പ് ചെയ്യുക, a1 x1 പ്ലസ് a2 x2 പ്ലസ് an xn. ഇതെന്തായാലും എമ്മിൽ എലമെന്റ് ആയേ പറ്റൂ, കാരണം x1 x2 എക്സെട്ര xn ജനറേറ്റർ ആയതുകൊണ്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എമ്മിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ജനറേറ്റർ തന്നെ ആയേ പറ്റൂ. അപ്പൊ ഈ മാപ്പിംഗ് ഡിഫൈൻഡ് ആണ്, അതായത് ഇത് എയോറനിന്ന് എമ്മിലേക്ക് തന്നെയാണ് പോണത്. ഇനി ഇത് ഓൺ ടു വരികില്ലേ, ഇതുപോലെ എമ്മിൽ ഏത് എലമെന്റ് എടുത്താലും അത് ഏത് മോഡലായിരിക്കും, a1 x1 പ്ലസ് an xn, ആ മോഡൽ തന്നെ ആയിരിക്കും എമ്മിലെ ഏത് എലമെന്റ്, കാരണം എം ജനറേറ്റഡ് ബൈ x1 x2 xn ആണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രീ ഇമേജ് എന്ത് കൊടുത്താൽ മതി, a1 a2 എക്സെട്ര an എന്ന് പറഞ്ഞ് ചൂസ് ചെയ്താൽ മതി.
ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എം ജനറേറ്റ് ചെയ്ത് n എലമെന്റ്സ് വെച്ചാണെങ്കിൽ നമ്മ എ റൈസ് ടു n എടുക്കും. ഇനി m എലമെന്റ്സ് തന്നെ ആണെങ്കിലോ എ റൈസ് ടു m എടുക്കും. അങ്ങനെ തന്നെ ചൂസ് ചെയ്യണം. ഈ n ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല. എത്ര ജനറേറ്റേഴ്സ് ഉണ്ടോ എ റൈസ് ടു ആ എലമെന്റ്സിന്റെ എണ്ണാണ് നമ്മൾ എടുക്കുന്നത്. അന്നാലും നമുക്ക് അത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ആ അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു എന്നിന്ന് എമ്മിലേക്ക് നമുക്ക് എന്ത് കിട്ടി? ഒരു ഓൺ ടു ഹോമോമോർഫിസം കിട്ടി. പിന്നെ ഫണ്ടമെന്റൽ തിയറം വെച്ച് നമുക്ക് എന്ത് ചെയ്താം? എ റൈസ് ടു എൻ ഓവർ കേണൽ ഫി ഐസോമോർഫിക് ടു എന്താന്ന് കിട്ടും? ഓൺ ടു ചെയ്തുണ്ട് ഫൈ ഓഫ് എന് വേണ്ട, എന്തിനു മതി? എം ആന്ന് കിട്ടി. ഇനി കേണൽ ഫീനെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഐ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, സബ് മൊഡ്യൂളായി. അപ്പൊ എ റൈസ് ടു എൻ ഓവർ ഐസോമോർഫിക് ടു എം നമുക്ക് ഇതുപോലെ ഐ ചൂസ് ചെയ്യാൻ പറ്റിയെന്ന് മതി. അതാണ് നമ്മുടെ തിയറം. നമുക്ക് തിയറത്തിന്റെ ഒരു സൈഡ് കിട്ടി, എം ഫൈനൈറ്റ് ജനറേറ്റർ ആണെങ്കിൽ ഇത് ട്രൂ ആന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് കാണിക്കണം? എ റൈസ് ടു എൻ ഓവർ ഐ ഐസോമോർഫിക് ടു ഒരു സോറി നമ്മുടെ എം ഐസോമോർഫിക് ടു എ റൈസ് ടു എൻ ഓവർ ഐ ഫോർ സം ഐ എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ എം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് കിട്ടണം. അപ്പൊ നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു? കൺവേഴ്സ്ലി സപ്പോസ് എം ഈസ് ഐസോമോർഫിക് ടു എ കോഷ്യന്റ് ഓഫ് എ റൈസ് ടു എൻ, അതായത് എ റൈസ് ടു എൻ ഓവർ ഐനോട് എം ഐസോമോർഫിക് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഐസോമോർഫിക് ആയതുകൊണ്ട് അവർ തമ്മിൽ ഒരു ഐസോമോർഫിസ് ഉണ്ടാവല്ലോ, അതിനെ എഫ് എന്ന് പറഞ്ഞ് വിളിച്ചു. അതായത് എ റൈസ് ടു എൻ ഓവർ ഐന്ന് എമ്മിലേക്കുള്ള ഐസോമോർഫിസത്തിനെ എഫ് എന്ന് പറഞ്ഞ് വിളിച്ചു. ഇനി ജി എന്ന് പറയുന്ന നാച്ചുറൽ ഐസോമോർഫിസം, നാച്ചുറൽ ഹോമോർഫിസം എങ്ങനെ ചൂസ് ചെയ്തു? എ റൈസ് ടു എന്നിന്ന് എ റൈസ് ടു എൻ ഓവർ ഐയിലേക്ക്. കാരണം നമ്മൾ സാധാരണ എന്ന് എ ഓവർ ഐയിലേക്ക് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ എ റൈസ് ടു എൻ ഇതിലൊരു എലമെന്റിനെ എങ്ങോട്ട് ചൂസ് ചെയ്തു? അതായത് A1 A2 എക്സെട്ര ANനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഈ എലമെന്റ് പ്ലസ് ഐയിലേക്ക് മാപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ വെൽ ഡിഫൈൻഡ് ആണ്. നമ്മുടെ സാധാരണ നാച്ചുറൽ ഹോമോർഫിസം തന്നെയാണ്. അപ്പൊ നാച്ചുറൽ ഹോമോർഫിസം ഓൺ ടു ആണ്. പിന്നെ എഫ് എന്ന് പറയുന്നത് ഐസോമോർഫിസം അതിൽ 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് ഇതിന്റെ കോമ്പോസിറ്റിന്റെ അടുത്ത് എന്തായാലും എന്തായിക്കോളും? ഓൺ ടു ആയിക്കോളും. അപ്പൊ ഫൈ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാ? എ റൈസ് ടു എന്നിന്ന് എമ്മിലേക്ക് ചൂസ് ചെയ്യണം. അതപ്പോ എഫ് കോമ്പോസിറ്റ് ജി എടുത്ത് തന്നെ കറക്റ്റ് ആയില്ലേ? എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെ നിന്ന് എങ്ങോട്ടാ പോവാ? ജിയുടെ ഡൊമൈനിൽ നിന്ന് എഫിന്റെ കോഡൊമൈനിലേക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ റൈസ് ടു എന്നിന്ന് എമ്മിലേക്ക് പോണ ഒരു ഓൺ ടു ഹോമോമോർഫിസം ആയിട്ടുള്ളൂ. ഐസോമോർഫിസം ആണെന്ന് നിർബന്ധമില്ല. കാരണം ജി എന്ന് പറയുന്നത് വെറും ഓൺ ടു ഹോമോവിസ 1 ആണെന്നില്ല. അതുകൊണ്ട് ഇത് 1 ആവണമെന്നില്ല, പക്ഷെ ഓൺ ടു ആയിരിക്കും, ഹോമോവിസ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫൈവ് എന്ന് പറയുന്നത് എ റൈസ് ടു എന്നിന്ന് എമ്മിലേക്ക് നമുക്ക് കിട്ടിയില്ലേ. ഇനി E1 എന്ന് പറയുന്നത് എങ്ങനെ ചൂസ് ചെയ്യാം? 1 0 0 0 എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാം. E2 എന്ന് പറയുന്നത് 0 1 0 0 എന്ന് ചൂസ് ചെയ്യാം. En എന്ന് പറയുന്നത് 0 0 1 എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ E1 E2 വെച്ചിട്ട് En വെച്ചിട്ട് ഏത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? എ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എയിലെ ഒരു എലമെന്റ് എങ്ങനെ ഇരിക്കുക? A1 A2 എക്സെട്ര AN എന്ന് പറഞ്ഞിരിക്കുക. നമുക്കപ്പോ എങ്ങനെ കൊടുക്കുക? A1 ഇൻറ്റു E1 കൊടുക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ അതെന്താ വരിക? A1 0 0 0 ഇങ്ങനെ പോകും. ഇനി A2 ഇൻറ്റു E2 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 0 A2 0 എന്ന് കിട്ടും. അതുപോലെ AN ഇൻറ്റു EN കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 0 എക്സെട്ര AN എന്ന് വരും. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് വരും? A1 A2 AN എന്ന് കിട്ടും, കമ്പോണന്റ് വൈസ് അഡീഷൻ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് E1 E2 എക്സെട്ര EN എന്ന് പറയുന്നത് ഏതിന്റെ ജനറേറ്റർ ആണെന്ന് കിട്ടി? എ റൈസ് ടു എന്നിന്റെ ജനറേറ്റർ ആണെന്ന് കിട്ടി. നമ്മൾ സാധാരണ ഒരു RNലെ ജനറേറ്റർ യൂസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ബേസിസ് നമ്മൾ ചൂസ് ചെയ്യില്ലേ? RNല് ആദ്യത്തെ 1 എടുത്ത് ബാക്കിയെല്ലാം 0 എടുത്തു, രണ്ടാമത്തെ 1 എടുത്ത് ബാക്കിയെല്ലാം 0 എടുത്തു, മൂന്നാമത്തെ 1 എടുത്ത് ബാക്കിയെല്ലാം 0 എടുത്തു. അതുപോലെ തന്നെയാണ് ഇവിടെ എന്നിൽ. കാരണം എ എന്ന് പറയുന്നത് ഒരു റിംഗ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ഹോമോഫിസ് അല്ലേ ഫൈവ് എന്ന് പറയുന്നത്? ഫൈവ് എന്ന് പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാ? എ റൈസ് ടു എന്നിന്ന് എമ്മിലേക്കാണ്. എന്നിലെ എലമെന്റ്സിന് ജനറേറ്റ് ചെയ്യാൻ ആർക്കൊക്കെയും പറ്റി? E1 E2 അല്ല, എന്നിലല്ല, എ റൈസ് ടു എന്നിലെ ENന് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റി? എ റൈസ് ടു എന്നിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഫൈവ് ഹോമോഫിസ് ആയതുകൊണ്ട്, മാത്രമല്ല ഓൺ ടു ആയതുകൊണ്ട്, ഓൺ ടു എന്നുള്ളത് മെയിനാ. ഫൈവ് ഓൺ ടു ഹോമോഫിസ് ആയതുകൊണ്ട് ഫൈവ് ഓഫ് E1 എക്സെട്ര ഫൈവ് ഓഫ് EN ഇത് എന്തിനെ ജനറേറ്റ് ചെയ്യും? എമ്മിനെ ജനറേറ്റ് ചെയ്യും. കാരണം എന്താ? ഫൈവ് ഒരു ഓൺ ടു ഹോമോഫിസ് ആണ്. ഇത് കുറച്ച് വലുതായിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പറ്റും, പക്ഷെ നമുക്ക് കുറെ ടൈം പോവും. ടൈമല്ല, എളുപ്പമാണ്, പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത് എളുപ്പമല്ലേ ഇത്. അപ്പൊ നമുക്ക് അത് രണ്ട് സൈഡും പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് നാഗമസ്ലമ്മയ്ക്കുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് പോലെ ആയിട്ടാണ് പോണത്. അതായത് MBA ഫൈനലി ജനറേറ്റഡ് ആയ മൊഡ്യൂൾ. അതായത് എം ഫൈനലി ജനറേറ്റഡ് ആണ്. A be an ideal of A. Let 5 be an A module endomorphism എന്ന് എഴുതി വെച്ചാണ്. അതിന്റെ അർത്ഥം എന്താ? എൻഡോമോർഫിസം. ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെ പോണതിനാണ് നമ്മൾ എന്താ പറയാ? എൻഡോമോർഫിസം എന്ന് പറയാം.
അപ്പൊ എൻഡോമോർഫിസം ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ എവിടെ നിന്ന് എങ്ങോട്ടാ? എമ്മിന്ന് എമ്മിലേക്ക്. എമ്മിന്ന് എമ്മിലേക്ക് തന്നെ പോണ ഹോമോമോർഫിസത്തിനെ നമുക്ക് വേണമെങ്കിൽ എൻഡോമോർഫിസം എന്ന് വിളിക്കാം. എമ്മിന്ന് എമ്മിക്ക് തന്നെ പോണ ഐസോമോർഫിസത്തിനെ നമ്മൾ എന്ത് പറയും? ഓട്ടോമോർഫിസം എന്ന് പറയും. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണ് ഫൈ ഓഫ് എം എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് ഓഫ് എം ആയിരിക്കും. ഞാൻ പറഞ്ഞു സബ്സെറ്റ് ഓഫ് എ എം ആയിരിക്കും. ഓക്കെ, ഫൈ ഓഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എമ്മിന്റെ സബ്സെറ്റ് ആയിരിക്കും. ദെൻ ഫൈ സാറ്റിസ്ഫൈസ് ആൻ ഇക്വേഷൻ. സോറി, നമ്മ ചൂസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തൊക്കെയുണ്ട് കണ്ടീഷൻസ്? അതായത് എം ഫൈനൈറ്റ്ലി ജനറേറ്റഡ്, എ എന്ന് പറയുന്നത് ഐഡിയൽ ഓഫ് എ, ഫൈ ഫ്രം എം ടു എം. ഇനി അടുത്ത ഇത്രയും നമുക്ക് ഉണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ ആണ് ഫൈ ഓഫ് എം എന്തായിരിക്കണം? സബ്സെറ്റ് ഓഫ് എ എം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈ സാറ്റിസ്ഫൈസ് ഒരു ഇക്വേഷൻ. ഫൈ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത് ഇക്വേഷൻ? ഫൈ ഓഫ് എം സബ്സെറ്റ് ഓഫ് എ എം ആണെങ്കിൽ ഈ ഇക്വേഷൻ ഫൈ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഫൈ റേസ് ടു എൻ പ്ലസ് എ വൺ ഫൈ റേസ് ടു എൻ മൈനസ് വൺ എക്സെട്ര പ്ലസ് എ എൻ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതായത് ഒരു ലീനിയർ കോമ്പിനേഷൻ, നമ്മുടെ റിങ്ങിലെ എലമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ ഫൈ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യണം. കുറച്ച് ലീനിയർ ഓൾജിബ്രയുടെ കുറച്ച് ഭാഗം വരും. ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഇൻവേഴ്സിന്റെ ആ ഭാഗം, അതായത് എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ്. നമ്മ അതെങ്ങനെ, അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി പറയാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് നമുക്കറിയാലോ അല്ലെ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ എ വെച്ച് മൾട്ടിപ്ലൈ എന്ത് വരും? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻറ്റു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ്. എന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആണ്. ഐ ഇൻറ്റു എ ഇൻറ്റു അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഈക്വൽ ടു എ ഇൻറ്റു അഡ്ജോയിന്റ്. ഈ ഒരു കാര്യം നമ്മൾ അവിടെ യൂസ് ചെയ്യും. അതായത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഈക്വൽ ടു എ ഇൻറ്റു അഡ്ജോയിന്റ് എഫ് എ. ഈ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യും അവിടെ. ഒന്ന് ഓർത്ത് വെച്ചോളൂ, നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എം ഫൈനൈറ്റ്ലി ജനറേറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ എടുത്തു? അതിന് ജനറേറ്റേഴ്സ് ആയിട്ട് എക്സ് എൻ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെ ഫൈ ഫ്രം എം ടു എം ഒരു എൻഡോമോർഫിസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് സച്ച് ദാറ്റ് ഫൈ ഓഫ് എം സബ്സെറ്റ് ഓഫ് എം ആയിട്ടുള്ള ഒരു എൻഡോമോർഫിസ് ആണ് ഇത് ഫൈ. അങ്ങനെ ഫൈ ഓഫ് എം സബ്സെറ്റ് ഓഫ് എ എം ആയതുകൊണ്ട് എമ്മിലെ എലമെന്റ്സ് ആണ് ഏതൊക്കെയും എക്സ് എൻ എക്സ് ടു എക്സെട്ര എക്സ് എന്നുകളും. അതുകൊണ്ട് ഫൈ ഓഫ് എക്സ് ഐകൾ എന്ത് തന്നെയായിരിക്കും? എവിടെ തന്നെ ഉണ്ടാവും? എ എമ്മിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഓരോ ഫൈ ഓഫ് എക്സ് ഐകളും എവിടെയുണ്ട്? ബിലോങ്സ് ടു എ എം ആണ്. ഇനി എ എമ്മിലെ എലമെന്റ്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് എക്സ് എക്സെട്ര എക്സിനുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ എ എമ്മിലെ എലമെന്റ്സിന്? കാരണം എ എന്ന് പറയുന്നത് എന്താ? ഒരു എ മൊഡ്യൂൾ ആണ്. സോറി, എം എന്ന് പറയുന്നത് എന്താ? ഒരു എ മൊഡ്യൂൾ ആണ്. എ എന്ന് പറയുന്നത് അതായത് ഒരു സ്കെയിലാർ ഇൻറ്റു എമ്മിലെ ഒരു എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? എമ്മിലുണ്ടാവും. ഈ സ്കെയിലാർ എന്ന് പറയുന്നത് എ എലമെന്റ്, എയുടെ സബ്സെറ്റ് തന്നെയാണ്. എയുടെ ഒരു ഐഡിയൽ ആണല്ലോ നമ്മൾ സ്മോൾ എ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എ എമ്മിലെ എലമെന്റ്സിന് നമുക്ക് ഏതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും? എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഫൈ ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഏതായാലും ഏതിന്റെ ഉള്ളിലുണ്ടാവും? എ എമ്മിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതിന് നമ്മൾ എങ്ങനെ എഴുതി? എ വൺ വൺ എക്സ് വൺ എക്സിട്ര എ വൺ എൻ എക്സ് എൻ എന്ന് പറഞ്ഞ എഴുതി. അതുപോലെ എക്സിട്ര ഫൈ ഓഫ് എക്സ് എൻ എങ്ങനെ എഴുതി? എ എൻ വൺ എക്സ് വൺ എക്സിട്ര പ്ലസ് എ എൻ എൻ എക്സ് എൻ. അപ്പൊ നമുക്കൊരു സിസ്റ്റം അല്ലേ നമുക്ക് കിട്ടിയാണത് സോൾവ് ചെയ്യാനായിട്ട്? ഇതൊരു സിസ്റ്റം ആയിട്ടാണ് നമ്മ, അതായത് ഇവിടെ നമ്മ എന്താ ചെയ്യണേ? ഈ ഫൈ ഓഫ് എക്സ് വൺ, അതായത് ഈ എക്സ് വണ്ണും എ വൺ എക്സ് വണ്ണും ഫൈ ഓഫ് എക്സ് ടു എ ടു എക്സ് ടു ഫൈ ഓഫ് എക്സ് എന്നും എ എൻ എൻ എക്സ് എന്നും ആ ഒരു ഭാഗത്തിന് മാത്രം നമ്മ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് എന്ത് യൂസ് ചെയ്തു? ഫൈ ഓഫ് എക്സ് വൺ മൈനസ് എ വൺ വൺ എക്സ് വൺ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താൽ രണ്ട് സൈഡിൽ എക്സ് വൺ ഇല്ലേ? അതുകൊണ്ട് അതായത് നമ്മ ഈ ഒരു ഭാഗം മാത്രം ഞാൻ കാണിച്ചു തരാം. ഫൈ ഓഫ് എക്സ് വൺ
മൈനസ് a11 x1 നമ്മ വന്നു. അപ്പൊ നമ്മ എന്ത് ചെയ്യുക, ഈ x1 കോമൺ പോലെയല്ല എടുക്കണേ, പക്ഷെ a11 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ നമ്മ അത് എങ്ങനെ എഴുതാ, 5 മൈനസ് a11 x1 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം, പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 5 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും a1 എന്ന് പറഞ്ഞ സ്കെയിലറാ, അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മ അങ്ങനെ പുറത്തേക്ക് ഇടുന്ന സമയത്ത് നമ്മ എങ്ങനെ എഴുതും, a11 ഇൻറ്റു ഐഡന്റിറ്റിയും കൂടി എഴുതും. അതാണ് 5 മൈനസ് a11 i x1 എഴുതിച്ചാണ്. അതുപോലെ നമ്മ എല്ലാത്തിലും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും, 5 മൈനസ് a11 i x1 മൈനസ് ബാക്കിയല്ല അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ ടൈമിൽ മാറും, ലാസ്റ്റത്തിൽ nth ടൈമിൽ മാറും. ഇതിനൊരു മെട്രിക്സ് ഫോമിലേക്ക്, അതായത് ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. ഇത് നമ്മ പ്ലസ് ടുയിലേക്കും പഠിച്ചാണത്. ഇതിനെ നമ്മ എങ്ങനെ എഴുതാ, കോയിഫിഷ്യന്റ് ഈ എക്സ് എൻ എക്സ് എക്സെട്ര എക്സ് എൻ ഈ മെട്രിക്സ് ഫോമിലേക്ക് ഇട്ട് നമുക്ക് എഴുതാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എൻ എക്സ്, അതായത് നമ്മ ഇതിനൊരു സൊല്യൂഷൻ, അതിനെ നമ്മ ഈ മെട്രിക്സ് ഫോമിലേക്ക് എഴുതി ഇങ്ങനെ ബി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഴുതി, അഡ്ജ് ബി ഈക്വൽ അടുത്തത് രണ്ട് സൈഡിൽ അഡ്ജോയിന്റ് ഓഫ് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ വരാ, 0 മൾട്ടിപ്ലൈ ചെയ്തപ്പോ 0 തന്നെ, അഡ്ജോയിന്റ് ഓഫ് ബി ഇൻറ്റു ബി ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അഡ്ജോയിന്റ് ഓഫ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ബി ഇൻറ്റു അല്ല എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഐ. അത് തന്നെ ഇവിടെ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, അഡ്ജോയിന്റ് ഓഫ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എഴുതാം, ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഐ ഓഫ് എക്സ്, അതായത് ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഐ ഓഫ് എക്സ്. ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഓഫ് എന്ത് ചെയ്താലും എന്ത് തന്നെ വരിക, അത് തന്നെയാ വരിക. അതുകൊണ്ട് ഐ ഓഫ് എക്സിനെ എങ്ങനെ തന്നെ എഴുതി, എക്സ്, അത് ഡിറ്റർമിനന്റ് ബി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 0 കിട്ടി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, x1 x2 എക്സെട്ര എക്സ് തന്നെ. അതായത് ഈ ജനറേറ്റേഴ്സ് വെച്ച് ഡിറ്റർമിനന്റ് ബീനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് കിട്ടി, 0 കിട്ടി. ജനറേറ്റേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണമെങ്കിൽ നമ്മുടെ എമ്മിലെ ഏത് എലമെന്റ് വെച്ച്, അതായത് ജനറേറ്റേഴ്സിന് ട്രൂ ആണെങ്കിൽ ബാക്കി എല്ലാ എലമെന്റ്സിനും ട്രൂ ആയിരിക്കും. അതുകൊണ്ട് എമ്മിലെ എല്ലാ എലമെന്റ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 0 കിട്ടും. അത് നമുക്ക് അത്രയും വരെ കിട്ടി. ഈ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിലെ ഏത് എലമെന്റ്സിനെ ഇങ്ങടെ മാപ്പ് ചെയ്തേ, 0ക്ക് മാപ്പ് ചെയ്തു. അതിനർത്ഥം എന്താ, ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, അത് ഐഡന്റിക്കലി ഈക്വൽ ടു 0 അതായത് ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ട്രാൻസ്ഫോർമേഷനാ. ഈ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0 ട്രാൻസ്ഫോർമേഷനാ. ഈ ഡിറ്റർമിനന്റ് ഓഫ് ബി നമ്മ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതാണ് നമ്മുടെ ബി, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ കിട്ടുക, ഒന്ന് എഴുതി നോക്കണ്ട, ഒരു 4 എണ്ണം എടുത്ത്, അതായത് ഇതിന്റെ ഒരു 4 എണ്ണം എടുത്ത് ഇത്രയും ഭാഗത്ത് നിന്ന് ഡിറ്റർമിനന്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുക, 5 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് 5 അല്ല, ഫീ നമ്മുടെ 5 എന്ന് പറഞ്ഞ നൾസെറ്റിന്റെ ഫീ ഇല്ലേ, ആ ഫീല് ഉള്ള ഒരു എന്ത് കിട്ടും, ഒരു പോളിനോമിയൽ കിട്ടാൻ പോണേ. 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ഇനി n എണ്ണം എടുത്ത്, ഇവിടെ n എണ്ണം അല്ലേ, n എണ്ണം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു nth ഡിഗ്രി പോളിനോമിയലിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അവിടുത്തെ വേരിയബിൾ ഏതായിരിക്കും, 5 ആയിരിക്കും. ഇതുണ്ട് എന്നല്ലേ നമുക്ക് കാണിക്കേണ്ടത്. അതൊന്ന് ജസ്റ്റ് 2 എണ്ണം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അത് നമ്മ എന്നിന്റെയൊക്കെ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ ടൈം പോകും. അടുത്തൊരു കൊറോളറി ആണ്. കൊറോളറി എന്ന് പറയുമ്പോൾ ഈ തിയറത്തിന്റെ ഒരു ഭാഗം, അതായത് ഈ തിയറം വെച്ചിട്ടായിരിക്കും ഈ കൊറോളറിയുടെ പ്രൂഫ് വരിക. ലെറ്റ് എം ബി എ ഫൈനലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആൻഡ് എ ബി എൻ ഐഡിയൽ ഓഫ് എ സച്ച് ദാറ്റ് എ എം ഈക്വൽ ടു എം. അപ്പൊ നമുക്ക് എം എന്ന് പറയുന്നത് ഒരു ഫൈനലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആണ്, സ്മോൾ എ എന്ന് പറയുന്നത് ഒരു എയുടെ ഒരു ഐഡിയൽ ആണ്, സച്ച് ദാറ്റ് എ എം ഈക്വൽ ടു എം. സാധാരണ നമ്മൾ എങ്ങനെ പറയാ, വേണ്ട, സാധാരണ നമ്മ എ ഇൻറ്റു എം എയിൽ ഉണ്ടാവുന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ എന്താ, എ എം ഈക്വൽ ടു എം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എ എം ഈക്വൽ ടു എം ആണെങ്കിൽ then there is an x, അതായത് എക്സ് കോൺഗ്രുവന്റ് ടു 1 mod such that എക്സ് എം ഈക്വൽ ടു 0. എക്സ് കോൺഗ്രുവന്റ് ടു 1 mod എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 എയിൽ ഉണ്ടാവണം, എക്സ് മൈനസ് 1 നമ്മുടെ ഐഡിയൽ എയിൽ ഉണ്ടാവണം, സച്ച് ദാറ്റ് എക്സ് ഇൻറ്റു എമ്മിലെ ഏത് എലമെന്റ് എടുത്താലും എന്ത് കിട്ടും, 0 കിട്ടും. അങ്ങനെ ഒരു എക്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നു. ആ എക്സ് എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യാ, നമുക്ക് നോക്കാം. അതായത് 5 എന്ന് പറയുന്നത് ഐഡന്റിറ്റി എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എൻഡോമോർഫിസ് അല്ലേ കിട്ടണേ, 5 എന്ന് പറയുന്നത് എമ്മിന്ന് എമ്മിക്കുള്ള ഒരു എൻഡോമോർഫിസ് അല്ലേ. പിന്നെ ഐ ഓഫ് എം സബ്സെറ്റ് സോറി ഐ എഫ് എം ഈക്വൽ ടു എം അല്ലേ. എം എന്ന് പറയുന്നത് എന്താ, എ എം ആ, നമ്മുടെ ഈ തീരത്തിൽ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഐ ഓഫ് എം ഈക്വൽ ടു എ എം എന്ന് കിട്ടി.
അല്ലെ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് എം സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാലോ, ഐ എം സബ്സെറ്റ് ഓഫ് എ എം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തൊട്ട് മുന്നത്തെ തിയറം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? അതൊരു എൻഡോമോർഫിസം ഉണ്ട് സച്ചായിട്ട്. നേരത്തെ ഫൈ എഫ് എം സബ്സെറ്റ് ഓഫ് എ എം ആയിരുന്നു, ഇവിടെ ഐ എഫ് എം സബ്സെറ്റ് ഓഫ് എ എം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ മസ്റ്റ് സാറ്റിസ്ഫൈ ഇക്വേഷൻ ഓഫ് ദ ഫോം, ഇതുപോലത്തെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഇതുപോലത്തെ ഒരു ഇക്വേഷൻ ഐ സാറ്റിസ്ഫൈ ചെയ്യണം. നേരത്തെ ഫൈ ആയിരുന്നു, ഇവിടെ ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി അല്ലേ? നമുക്ക് ആ ഐഡന്റിറ്റിനെ ഐനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ റേസ് എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തന്നെ ആയിരിക്കും കേട്ടോ. ഐ റേസ് എൻ ഐ ആയിരിക്കും, ഐ റേസ് എൻ. അത് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എത്ര പവർ തല ഐഡന്റിറ്റി അല്ലേ കിട്ടിക്കൊണ്ടിരിക്കുക. അത് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടുള്ളൂ എന്നുള്ളൊരു മോഡലാണ് വന്നത്. ആ അപ്പൊ ഐ റേസ് എൻ ഐ ആണ്, ഐ റേസ് എൻ മൈനസ് വൺ ഐ ആണ്, ലാസ്റ്റ് എ എന്നിന്റെയും ഇതില് കോഫിഷ്യന്റ് ആയിട്ട് വന്നത് പക്ഷേ ഐ ആയിട്ട് തന്നെയാണ് വന്നത്. ഐ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താ വരിക? 1+a1+ എക്സെട്ര പ്ലസ് എനി ടൈംസ് ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് എന്തായിട്ട് ചൂസ് ചെയ്യാം? 1+a1+a2+an. ഇതുപോലെ ഒരു എക്സ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ഈ തിയറം വന്നതെന്ന് തന്നെ. ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കണം, എക്സ് കോൺഗ്രുവന്റ് ടു 1 mod a ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എക്സ് നമുക്ക് ചൂസ് ചെയ്തു, ഇനി ഇത് കോൺഗ്രുവന്റ് ടു 1 mod a ആണോ എന്ന് നോക്കണം, എക്സ് എം ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് എക്സ് ചൂസ് ചെയ്ത് നമ്മുടെ കഴിഞ്ഞല്ലേ. ഇനി എന്ത് ചെയ്യണം? എക്സ് കോൺഗ്രുവന്റ് ടു 1 mod a ആണോ എന്ന് നോക്കണം. ഇവിടെ എക്സ് ഈക്വൽ ടു ഇതല്ലേ, എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? a1+a2+ എക്സെട്ര പ്ലസ് an അല്ലേ? ഇതിൽ ഓരോന്നും ഏതിലുള്ളതാ? നമ്മുടെ ഐഡിയൽ ഏലുള്ള എലമെന്റ്സ് അല്ലേ? അതുകൊണ്ട് എക്സ് മൈനസ് 1 എവിടെ ഉണ്ട്? ഐഡിയൽ ഏലുണ്ട്. അതിനടുത്ത് എന്താ? എക്സ് കോൺഗ്രുവന്റ് ടു 1 mod ഐഡിയല്ലേ? അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി എക്സ് ഇൻറ്റു എം എന്താന്ന് കാണിക്കണം? 0 എന്ന് കാണിക്കണം. എക്സ് ഇൻറ്റു ഐ എന്താ? 0 ആണ്. കാരണം ഇവിടെ എന്താ? ഇതാണ് എക്സ്. എക്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് നമുക്ക് അറിയാം ഓൾറെഡി. എക്സ് ഇൻറ്റു ഐ 0 ആയതുകൊണ്ട് എക്സ് ഇൻറ്റു ഐ രണ്ട് സൈഡിൽ ഒരു വൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താ? 0 തന്നെയല്ലേ? 0 ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പൊ എക്സ് ഇൻറ്റു ഐ ഓഫ് ഐ ഈക്വൽ ടു 0, അതായത് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ഫോർ എവരി വൈ അല്ലേ? ഈ വൈ ചൂസ് ചെയ്യുന്നത് എം എന്നാ. ഫോർ എവരി വൈ ബിലോങ്സ് ടു എം ആയതുകൊണ്ട് എക്സ് ഇൻറ്റു എമ്മിന് ഏതാ എലമെന്റ് എടുത്താലും 0. അവിടെ അത്രയും ഭാഗം കഴിഞ്ഞു. അപ്പൊ ഈ പ്രൂഫ് നമ്മൾ കഴിഞ്ഞു. നമുക്ക് അടുത്താണ് നാക്ക് എം എസ് ലെമ്മ. ഇത് ഇത്ര നേരം പഠിച്ച ഈ തിയറത്തിന്റെയൊക്കെയും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഈ പ്രൂഫ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.